Am I audible? എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കാവോ? പ്ലീസ് മേക്ക് മീ ഹോസ്റ്റ്. ഓക്കെ സർ, ഹോസ്റ്റ് ആണ്. ഹോസ്റ്റ് ആണല്ലേ? ഓക്കെ, ഓൾ റൈറ്റ്. ഹായ് എവ്രിവൺ, സിസ്മി ഷാഫി മുഹമ്മദ്. വെൽക്കം ടു ടുഡേയ്സ് സെഷൻ. നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. നമ്മൾ ഇന്നത്തെ സെഷനിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിവിടെ വന്നിരിക്കുന്നത് അല്ലെ, ട്രോമ ഹീലിംഗ് അതേപോലെ തന്നെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന നമ്മുടെ ലൈഫ് ഒന്ന് ട്രാൻസ്ഫോം ചെയ്തിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രോമ ഹീലിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ പരിചയപ്പെടാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതെന്താണ്, എങ്ങനെയാണ് നമ്മളത് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഫസ്റ്റ് ടൈം നമ്മുടെ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ ദയവ് ചെയ്തൊന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഡൗൺ. എന്താണ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, മീ എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഡൗൺ മീ എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഡൗൺ മീ കേട്ടോ. ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ മീ. അതേപോലെ തന്നെ എല്ലാവരും വീഡിയോയിൽ വരണം. പ്ലീസ് ബിയർ ഇൻ വീഡിയോ. നമുക്ക് എല്ലാവരും വീഡിയോയിൽ വരിക. വീഡിയോയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിലുള്ള ഒരു ഇന്ററാക്റ്റീവ് സെഷൻ നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, സംഗീത, അതേപോലെ തന്നെ വി ഹാവ് സിമി. ഓക്കെ, ഗുഡ്. ഷമീറ ആൻഡ് സിന്ധു. ഓക്കെ, വെരി ഗുഡ്. അപ്പം നമുക്ക് നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ ഇവിടെ കമന്റ് ചെയ്തിരിക്കുന്ന ഓരോരുത്തരും താങ്ക് യു സോ മച്ച് ഫോർ കമന്റിങ്. നമ്മുടെ ഈ ഒരു സെഷൻ നമുക്ക് രണ്ട് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. ഒന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടു പോകാം, മറ്റൊന്ന് കഷ്ടപ്പെട്ടു പോകാം. ഏതാ വേണ്ടേ? ഇഷ്ടപ്പെട്ടു പോകാം അല്ലെ? ലൈഫിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ആ കഷ്ടപ്പാടൊക്കെ തീർക്കാൻ ഇവിടെ വന്നത്, ഇവിടെയും കഷ്ടപ്പാടാവരുത്. അപ്പൊ ഇഷ്ടപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, ഇന്നത്തെ സെഷനിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുക. അപ്പൊ ഈ ഇഷ്ടപ്പെട്ടു പോകുന്നിടത്ത് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും നമ്മൾ ഈ ഒരു സെഷനിൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവണം എന്ന് ആഗ്രഹിച്ച് ആത്മാർത്ഥമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇഷ്ടത്തോടു കൂടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇഷ്ടത്തോടു കൂടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒരു മൈൻഡ് സെറ്റ് ആണ് എന്ത്, ആ മൈൻഡ് സെറ്റിന്റെ പേരാണെന്ത്, നമ്മുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള കോച്ചിങ്, ട്രെയിനിങ്, ഹീലിംഗ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്തേണ്ട ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഏതാ? നമ്മൾ എത്തേണ്ട മാനസികാവസ്ഥ സബ്മിഷൻ എന്ന് പറയും. എന്താണ് സബ്മിഷൻ? എന്താ സബ്മിഷൻ? അതായത് നമ്മൾ എന്താണോ കേൾക്കുന്നത്, പഠിക്കുന്ന കാര്യങ്ങൾ, അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലേണബിൾ പേഴ്സൺ ആയിട്ട് മാറുക. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കാൻ പാകപ്പെടുന്ന ഒരു വ്യക്തി. ഓക്കെ, അതേപോലെ കോച്ചബിൾ ആയിട്ട് മാറുക. എന്താണ് അടുത്തത്? കോച്ചബിൾ ആയിട്ട് മാറുക. ഒരു കോച്ചിങ്ങോ കാര്യങ്ങളോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കേൾക്കാനും അതിന് കറക്റ്റായിട്ട് എന്താ വെച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അപ്ലൈ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുക. ലേണബിൾ ആവുക, കോച്ചബിൾ ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് വേണ്ടത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്മിഷൻ. അതായത് നമ്മൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക ഇവിടുത്തെ പഠനത്തിലേക്ക്. അപ്പൊ ഇന്നത്തെ പഠനത്തിലേക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. ഒന്ന് കാഷ്വൽ ലേണിംഗ്, മറ്റൊന്ന് ഇന്റൻഷണൽ ലേണിംഗ്. എന്താ കാഷ്വൽ ലേണിംഗ്? കാഷ്വൽ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ പ്ലീസ് മ്യൂട്ട് യുവർ സെൽഫ്. ഓക്കെ, കാഷ്വൽ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഓരോ കാര്യവും ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് വന്നിട്ട് ഒന്ന് കേട്ട് നോക്കാം എന്ന രീതിയിൽ ഇവിടെ വന്നിരിക്കരുത്. ഒരു ഫ്രീ ആയിട്ടുള്ള സെഷൻ ആണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം എന്ന് വിചാരിക്കരുത്. മറിച്ച് എന്താ വേണ്ടത്? ഇന്റൻഷണൽ ലേണിംഗ്. ഇന്റൻഷണൽ ലേണിംഗ് എന്താണ്? ഒരു ബുക്കും പേനയും പേപ്പറും ഒക്കെ എടുത്ത് ഒരു ടേബിളിന്റെ മുൻപിൽ സ്വസ്ഥമായിട്ട് ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കണം എന്ന് ആഗ്രഹിച്ച്, ലൈഫ് ട്രാൻസ്ഫോം ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് വരിക എന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾ ആ ഒരു ലെവലിൽ ഇന്റൻഷണൽ ലേണർ ആണോ എങ്കിൽ IL എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഓൺ IL, ഇന്റൻഷണൽ ലേണർ. ഇന്റൻഷണൽ ലേണർ ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യും, ഞാൻ പറയുന്നതെല്ലാം കമന്റ് ചെയ്യും, പ്രാക്ടീസ് ചെയ്യും, സംഗതികളെല്ലാം ചെയ്യും. അപ്പൊ ആ ഒരു ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം, മാറാം IL എന്നുള്ള രീതിയിൽ. ഓക്കെ, ജസ്റ്റ് കമന്റ് ഡൗൺ എവറിബഡി, പ്ലീസ് ബി ഹിയർ ആൻഡ് ബി ഹിയർ. എല്ലാ കാര്യങ്ങളും മാറ്റി വെക്കുക. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ എൻഗേജ് ആയി നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ട് അതൊക്കെ മാറ്റി വെക്കുക. മാറ്റി വെച്ചിട്ടെന്ന് വെച്ചാൽ ബി ഹിയർ, ഇവിടെ ഇരിക്കുക. ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക, പഠിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിൽ മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ സെഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ആദ്യം തന്നെ നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യാം. ആ ഗോൾ എന്താണ്? ഇന്ന് ഈ ഒരു സെഷനിൽ നിന്ന് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ആ മാറ്റങ്ങൾ എന്താണ് എന്നുള്ളത്, ഏത് പ്രശ്നത്തിനാണ് പരിഹാരം ലഭിക്കേണ്ടത് എന്നുള്ളതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്യാം. അപ്പൊ പ്രശ്നത്തിന് പരിഹാരം ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആ ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്യാം. എന്താണ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അതൊന്ന് കമന്റ് ചെയ്യുക. എന്താണ്? റിലേഷൻഷിപ്പ് ആണോ എങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ചെയ്യുക റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കരിയറിൽ മുന്നോട്ട് പോകണം പക്ഷെ പറ്റുന്നില്ല. ട്രോമ അനുഭവിച്ച് അല്ലെങ്കിൽ സംഭവിച്ചതിന് ശേഷം എനിക്ക് എന്നെ സ്ട്രോങ് ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, കരിയർ ബേസ് ചെയ്തിട്ടാണ്. ബിസിനസ് ബേസ് ചെയ്തിട്ടാണെങ്കിൽ അത് ബിസിനസ് ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നെങ്കിൽ അത് കമന്റ് ചെയ്യുക. ആരോഗ്യം, ഹെൽത്തുമായി ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോകും. ആ കവർ ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും നമ്മളിവിടെ പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പൊ എല്ലാവരും വീഡിയോയിൽ വരൂ, പ്ലീസ് ബി ഇൻ വീഡിയോ.
please be in video. Okay, there are a lot of people. Jidesh sir, please be in video. Abdul Majid, please be in video. And Ratna ma'am, please be in സാറേ video. ഞാന് പുറത്താ ഉള്ളത്. ഇപ്പം ഇവിടെ വീഡിയോ ഓണൊക്കെ കാണൂല, ഇരുട്ടിലാള്. കുഴപ്പമില്ല. ഓക്കെ, വേഗം അകത്തേക്ക് വരൂ. ഓക്കെ ആ. ഓക്കെ, വേഗം അകത്തേക്ക് വരൂ, വെളിച്ചമുള്ള സ്ഥലത്തേക്ക് വരൂ, ക്ലാസ് റൂമിലേക്ക് വരൂ, നിങ്ങൾ ടേബിളിന്റെ മുൻപിൽ ഇരിക്കൂ, നമുക്ക് സീരിയസ് ആയിട്ട് പഠിക്കാം. ഓക്കെ, ഒരുപാട് സാർ, പേരുണ്ട് അതെ, എനിക്ക് നിങ്ങളുടെയൊക്കെ. വീട്ടില് റേഞ്ചിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാനൊരു സ്കൂളിന്റെ മുറ്റത്ത് വന്നിരിക്കുക. ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്, നോ ഇഷ്യൂ. ഓക്കെ, നോ ഇഷ്യൂ. ഓക്കെ, അപ്പം ബാക്കിയുള്ളവരുണ്ടാവും, ഒരുപാട് പേരുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് ഇരിക്കുക. പഠിക്കണം, മാറണം എന്നുള്ള രീതിയിൽ. കിടന്നുകൊണ്ട് ക്ലാസ് കേൾക്കരുത്, നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, സ്വസ്ഥമായിട്ട് എന്ത് ചെയ്യുക, ഇരിക്കുക കേട്ടോ. കാരണം നമ്മളൊരു സീരിയസ് ആയിട്ടൊരു കാര്യം പഠിക്കുകയല്ലേ. അപ്പൊ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇരുന്ന് തന്നെ കേൾക്കുക. എന്നിട്ട് നമുക്ക് നമ്മളെ ലൈഫിലുള്ള പ്രോബ്ലംസ് എന്താണ്, അത് ഓരോന്നും നമുക്ക് ഓവർകം ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇവിടെ കരിയറിൽ ബേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു. ഹെവി, ഓക്കെ, ഹിയർ ഹെവി റെയിൻ. ഓക്കെ ഓക്കെ, ശരി. ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ഓവർ തിങ്കിങ് ഉണ്ട്, ഹെൽത്ത് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്, ഓവർ തിങ്കിങ് ഉണ്ട്, കരിയർ പ്രശ്നങ്ങളുണ്ട്, റിലേഷൻഷിപ്പ്. ഓക്കെ, കരിയർ പ്രശ്നങ്ങൾ. ഓക്കെ, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടെന്നാ പറയുന്ന ഒരാൾ. ഓക്കെ, അതങ്ങനെയാണ്. പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യും, വലിയ ട്രക്ക് വിളിച്ചു വരും. മനസ്സിലാകുന്നുണ്ടോ? പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു പ്രശ്നം അല്ലായിരിക്കില്ല, ഒരു പ്രശ്നത്തിന്റെ കൂടെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഞാൻ ആരാന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷാഫി മുഹമ്മദ്. ഞാൻ 15 വർഷമായിട്ട് ട്രോമ ഹീലിംഗ്, കോച്ചിങ്, ട്രെയിനിങ്, ലൈഫ് കോച്ചിങ് എന്നുള്ള മേഖലയിലും ബിസിനസ് കോച്ചിങ് എന്ന മേഖലയിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നു. ഞാൻ സിഇഒസിന്, ബിസിനസ് ഓണേഴ്സ് ആയിട്ടുള്ള സിഇഒസ്, ഹൈ ലെവൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന പ്രൊഫഷണൽസ്, ഇവർക്കൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള മെന്ററിങ്, കോച്ചിങ് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് വാട്ട് ഐ ഡു. കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്, ആക്റ്റീവായിട്ട് നമ്മൾ ചെയ്തു പോകുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ഐ ഹാവ് മൾട്ടിപ്പിൾ ബിസിനസ്സസ്. ആ മൾട്ടിപ്പിൾ ബിസിനസിന്റെ പാർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബേസ് ലെവൽ ബിസിനസ് ആണ്, നമ്മുടെ കോർ ലെവലുള്ള ബിസിനസ് ആണ് സ്കൈലർ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം. സ്കൈലർ ലേണിംഗ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ ഒരു മിഷൻ എന്ന് പറയുന്നത്, ഇതിൽ നമ്മളുടെ ലൈഫിൽ ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്. അവരുടെ സ്ട്രഗിളിൽ നിന്ന് രക്ഷപ്പെടുത്തിട്ട് എന്ത് ചെയ്യുക, അവരുടെ പെയിനിൽ നിന്ന് പുറത്തെടുത്തിട്ട് അവരുടെ ബെസ്റ്റ് വേർഷനിലേക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. അതിന് വേണ്ടിയിട്ട് അവരുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ബ്ലോക്കായി കിടക്കുന്ന കഴിവുകളെ പുറത്തെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് എക്സ്പാൻഡ് ചെയ്യുക, അത് ട്രെയിൻ ചെയ്ത് കോച്ചിങ് കൊടുത്ത് എക്സ്പാൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുക. ആൻഡ് ദിസ് ഇസ് വാട്ട് ഐ ഡു. Is it amazing? Yeah, good. Yeah, fantastic. So let's begin. നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ജെനുവൻലി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ്. ഐ സീ മൈസെൽഫ് ആസ് എ സൂപ്പർ ഹീറോ. ഞാൻ നിങ്ങളെയും അങ്ങനെയാണ് കാണുന്നത്. ഞാൻ എന്നെ കാണുന്നത് സൂപ്പർ ഹീറോ ആയിട്ടാണ്. എന്താ സൂപ്പർ ഹീറോസിന്റെ പരിപാടി? സ്ട്രഗിൾ ചെയ്ത് ബുദ്ധിമുട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുടെ ലൈഫിലേക്ക് വന്നിട്ട് അവരെ രക്ഷപ്പെടുത്തുക, അല്ലേ? സോ ദാറ്റ്സ് വാട്ട് ഐ ഡു, ആൻഡ് ഫോർ ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ് ഐ വാണ്ട് ടു ഡു ദാറ്റ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു മിഷനിൽ, ഒരു പർപ്പസിൽ വിശ്വസിച്ച് ഇറങ്ങിയതാണ്. അതിന് എനിക്ക് നമ്മുടെ കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര്, ശരത്ത്, അതേപോലെ ഷബീർ, അങ്ങനെ നമ്മുടെ ടീം മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. നിങ്ങളൊക്കെ ഇതിലേക്ക് കണക്ട് ചെയ്യുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും പലരും. ഞങ്ങളെല്ലാവരും ഒരു ടീമാണ്, ടീം ഓഫ് സൂപ്പർ ഹീറോസ് ആണ്. വി വാണ്ട് ടു ചേഞ്ച് പീപ്പിൾസ് ലൈഫ്സ് ആൻഡ് ദിസ് ഈസ് അവർ മിഷൻ ആൻഡ് ദിസ് ഈസ് വാട്ട് വി ഡു. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ഇന്ന് നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്നത് ട്രോമ ഹീലിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് EFT എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് എന്താണ് ട്രോമാസ്, എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഈ അനുഭവിച്ച പ്രശ്നങ്ങളുടെ ഒക്കെ കാരണം എന്താണ്, എന്തുകൊണ്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നു, എന്തുകൊണ്ട് നമുക്ക് പണം ഉണ്ടാക്കാൻ കഴിയുന്നില്ല, എന്തുകൊണ്ട് നമുക്ക് കരിയറിൽ ഗ്രോത്ത് കിട്ടുന്നില്ല, എന്തുകൊണ്ട് നമുക്ക് ബിസിനസ്സിൽ ഗ്രോ ചെയ്യാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് നമുക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് നമുക്ക് ആക്റ്റീവായിട്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ട്, പവർഫുൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ നിരന്തരം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു, എന്തുകൊണ്ട് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നില്ല. ഇതിനെല്ലാത്തിന്റെയും റീസൺ നമ്മൾ അന്വേഷിക്കണം. ഫസ്റ്റ് തന്നെ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദ എക്സാക്ട് പ്രോബ്ലം? എന്താണ് പ്രോബ്ലം എന്നുള്ളത് അറിയണം. ഒരു പ്രോബ്ലം അറിയാതെ, ആ പ്രോബ്ലത്തിന്റെ റൂട്ട് കോസ് അറിയാതെ, അതിന്റെ യഥാർത്ഥ റൂട്ട് കോസ് എന്താണ് എന്നുള്ളത് അറിയാതെ നമുക്കൊരിക്കലും സൊല്യൂഷൻ ബിൽഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെയൊക്കെ പ്രശ്നത്തിന്റെ കാരണം എന്താണ്? നമ്മളൊക്കെ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മളുടെയൊക്കെ ലൈഫിൽ വലിയ രീതിയിലുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ, ആ ചേഞ്ചസ് നമുക്ക് ഡെവലപ്പായി നമ്മൾ നല്ല രീതിയിലേക്ക് അത് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിലേക്ക് വലിയ രീതിയിലേക്കുള്ള ഒരു മാറ്റം നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ, നമ്മൾ അറിയേണ്ടത് നമുക്കൊന്നും കിട്ടിയ വിദ്യാഭ്യാസം ശരിയായിരുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ്. ഈ ലോകത്ത് ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നത് അറിവില്ലാത്തത് കൊണ്ടാണ്. എന്താണ്? അറിവില്ലാത്തത് കൊണ്ടാണ്.
ഇവിടെ സമ്പത്ത് ഉണ്ടാക്കുന്ന ആൾക്കാർ സമ്പത്ത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. കാരണം എന്താണ്? അവർക്ക് അത് ഉണ്ടാക്കാനുള്ള അറിവുണ്ട്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ബിൽഡ് ചെയ്യാനുള്ള അറിവ് അവർക്കില്ല എന്നുള്ളതാണ്. സോ റൈറ്റ് എഡ്യൂക്കേഷന്റെ കുറവാണ്. ഇപ്പൊ ഈ റൈറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എഡ്യൂക്കേഷൻ? നമ്മൾ എന്തിനാ സ്കൂളിൽ പോയത്? നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും സ്കൂളിൽ പോയിട്ടുണ്ട്, +2 പഠിച്ചിട്ടുണ്ട്, ഡിഗ്രി പഠിച്ചിട്ടുണ്ട്, ചിലപ്പോൾ PhD എടുത്തിട്ടുണ്ടാകാം, പല മേഖലയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നോളജ് ഉണ്ടാകാം. പക്ഷെ സ്റ്റിൽ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നത് എന്തുകൊണ്ട്? കാരണം ലൈഫ് എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. എന്താണ്? ലൈഫ് എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടില്ല. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് റൈറ്റ് എഡ്യൂക്കേഷൻ. നമ്മൾ സ്കൂളിൽ പോയിട്ട് പഠിച്ചിട്ടുണ്ട് എന്ത്? മാത്സ് പഠിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, മലയാളം പഠിച്ചിട്ടുണ്ട്, അറബി പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ഭാഷകൾ പഠിച്ചിട്ടുണ്ട്, മറ്റുള്ള സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുണ്ട്, സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇങ്ങനെ പല സംഗതികളും പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കാം, ഇതൊക്കെ പഠിച്ചത് എന്തിനാണ്? സ്കൂളിൽ പോയത് എന്തിനാണ്? സ്കൂളിൽ പോയത് ഇതെല്ലാം പഠിച്ച് നമുക്ക് എന്ത് ചെയ്യണം? നല്ല മാർക്കോട് കൂടിയിട്ട് പഠനം കഴിഞ്ഞിറങ്ങി പിന്നീട് എന്ത് ചെയ്യണം? ഒരു ജോലി വാങ്ങിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പിന്നീട് ഒരു വിവാഹവും കഴിച്ച് സെറ്റിലായി ഹാപ്പി ആയിട്ട് ഫൈനാൻഷ്യൽ ഫ്രീഡത്തോടു കൂടി ജീവിക്കണം എന്ന്, ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് സ്കൂളിലെല്ലാം പോയത്. Yes or no? Yes or no? Do you agree with me? Yes or no? Just comment on. Yes or yes? Yes, കാരണം yes. yes or yes. ഓക്കെ, നോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനു വേണ്ടി നമ്മൾ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതെല്ലാം പഠിച്ചിട്ടും സ്ട്രഗിൾ ചെയ്യുന്നത് എന്തുകൊണ്ട്? അവിടെയാണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, നമ്മൾ ഇന്നേ വരെ സ്കൂളിൽ പോയിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? അതിന് വേണ്ട കാര്യങ്ങൾ പലതും പഠിച്ചിട്ടില്ല. ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപകാരമുള്ളതാണ്. പലരെയും ജീവിതത്തിൽ വിജയിക്കാൻ പല ഒരു സ്റ്റൂളായിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് പഠിക്കേണ്ടിയിരുന്ന ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു, അത് പഠിച്ചില്ല. വിച്ച് ഈസ് ലൈഫിന്റെ സക്സസിന് വേണ്ടിയിട്ടുള്ള പഠനം. എങ്ങനെ വിജയിക്കാം എന്ന് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. എങ്ങനെ സന്തോഷം കണ്ടെത്താം എന്നുള്ളതൊരു പരീക്ഷ എഴുതിയിട്ടുണ്ടോ? സന്തോഷത്തിനെ ബേസ് ചെയ്തിട്ടുള്ള സബ്ജക്ട് പരീക്ഷ എഴുതിയിട്ടുണ്ടോ? ഹാപ്പിനെസ് ഇല്ല. എങ്ങനെ നമുക്ക് നല്ലൊരു കുടുംബജീവിതം ബിൽഡ് ചെയ്തെടുക്കാം? എങ്ങനെ നമുക്ക് നല്ലൊരു പാരന്റ് ആയിട്ട് മാറാം? എങ്ങനെ നമുക്ക് നല്ല ബിസിനസ് വളർത്തിയെടുക്കാം? എങ്ങനെ സമ്പാദ്യം ഉണ്ടാക്കാം? എങ്ങനെ നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ മികച്ചത് കൊണ്ടുപോകാം? എങ്ങനെ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാം? ഇതിന്റെ ഒന്നും ഒരു വിഷയവും നമ്മൾ പഠിച്ചിട്ടില്ല. സ്വർണം? യെസ്, നമ്മൾ പഠിച്ചിട്ടില്ല. സോ ദാറ്റ് ഈസ് എ പ്രോബ്ലം. അവിടെയാണ് നമ്മൾ ഇതിന്റെയൊക്കെ ബേസ് പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യം പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് റൈറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയും. ആദ്യം പഠിക്കേണ്ടത്, ബേസ് ലെവൽ പഠിക്കേണ്ടത് എന്ന് വെച്ചാൽ മൈൻഡിനെ കുറിച്ചാണ്. കാരണം നമ്മളുടെ മൈൻഡിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ആണ് നമ്മളുടെ ലൈഫിലുള്ള റിസൾട്ട് ഉണ്ടാകുന്നത്. മൈൻഡാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ ആയുധം. തീർച്ചയായിട്ടും 2 ആയുധമുണ്ട്. അതിൽ ഒരു ആയുധം എന്താണ്? നിങ്ങളുടെ ശരീരമാണ്. രണ്ടാമത്തെ ആയുധം നിങ്ങളുടെ മൈൻഡാണ്. ഇത് രണ്ടുമായിട്ട് ഈ ലോകത്തേക്ക് ജനിച്ചു വീണത്. വേറെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. ജനിച്ചു വീണപ്പോ ഇല്ല. ഇത് കൊണ്ടുവന്ന് ഇത് വെച്ചിട്ട് നിങ്ങൾ ജീവിതം ആരംഭിച്ചതാണ്. എന്നാൽ നല്ല ഷാർപ്പായിട്ട് തിങ്ക് ചെയ്യുന്ന മൈൻഡുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്റലിജന്റ് ആണ്, സ്മാർട്ട് ആണ്. അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? അദ്ദേഹം എന്താണോ ചിന്തിച്ചത് ആ കാര്യങ്ങൾ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ പറ്റും. കാരണം ആ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്വപ്നം കാണാനും അതിനു വേണ്ടിയിട്ട് ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാനും കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനും സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്യാനും കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാനും ആത്മാർത്ഥമായിട്ട് എഫേർട്ട് ആക്ഷൻ എടുക്കാനും ഊർജ്ജസ്വലനായിട്ട് വർക്ക് ചെയ്യാനും നിരന്തരം വർക്ക് ചെയ്യാനുമുള്ള ആ ഒരു മാനസികാവസ്ഥയാണ് നമുക്ക് ആദ്യം വേണ്ടത്. ആ മാനസികാവസ്ഥ നമുക്കില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഴിവുകൾ നമ്മുടെ മൈൻഡിൽ നിന്നാണ് വരുന്നത്. ക്രിയേറ്റിവിറ്റി ആയിക്കോട്ടെ, നമ്മുടെ മറ്റുള്ള പൊട്ടൻഷ്യൽ ആയിക്കോട്ടെ, ഏത് ക്വാളിറ്റി ആണെങ്കിലും വിജയിക്കുന്ന വ്യക്തികളുടെ ക്വാളിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം അവരുടെ മൈൻഡിലാണുള്ളത്. മൈൻഡിൽ അവർ കാണുന്ന രീതിയാണ്. അപ്പൊ നമ്മളുടെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മൈൻഡിന് എന്ത് സംഭവിച്ചിട്ടുണ്ട്? നമ്മുടെ മൈൻഡ് നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് ഷാർപ്പായിട്ട് വർക്ക് ചെയ്യുന്നില്ല. എന്താ കാരണം? ചെറുപ്പം മുതലേ നമ്മുടെ മൈൻഡിലേക്ക് കടന്നുകൂടിയിട്ടുള്ള കുറെ വൈറസുകളുണ്ട്, കുറെ ചിന്തകളുണ്ട്, നമുക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള സെൽഫ് ഇമേജ് ഉണ്ട്, നമ്മൾ വീക്കാണ്, ഞാൻ സ്ട്രോങ് അല്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ള 3000-ഓളം ട്രോമാസ് ഉണ്ട് നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത്. ഒരു ശരാശരി മനുഷ്യന്റെ ജീവിതത്തിൽ 3000-ഓളം ട്രോമ അനുഭവിക്കുന്നു. ആ ട്രോമ ആണ് ഇതിന് കാരണം. എന്താണ്? അത് പരിഹസിക്കപ്പെടലാവാം, ചതിക്കപ്പെടലാവാം, വഞ്ചിക്കപ്പെടലാവാം, ഉപേക്ഷിക്കപ്പെടലാവാം, അവഗണിക്കപ്പെടലാവാം, സ്നേഹം കിട്ടാത്തതാവാം, അപ്രീസിയേഷൻ കിട്ടാത്തതാവാം, അംഗീകാരം കിട്ടാത്തതാവാം, അങ്ങനെ പലതുമായിരിക്കാം. ക്ലിയർ ആണ്? ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഉള്ളിൽ നമുക്ക് എന്ത് ഫീൽ ചെയ്തു? ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, ഞാൻ കഴിവില്ലാത്തവനാണ്, ഞാൻ പോരാ, ഞാൻ ഡിസിപ്ലിൻഡ് അല്ല, എനിക്ക് അറിവില്ല, കഴിവില്ല. പലയിടത്തും കേട്ടിട്ടുണ്ട്. ചില ട്രോമ എന്താണ്? ചില ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ തലയിൽ എന്താ കളിമണ്ണാണോ അല്ലേ ചോദിച്ചിട്ടുണ്ട്. ചിലർ ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട്, നീ അവനെ കണ്ടുപിടിക്കുക, അവളെ കണ്ടുപിടിക്കുക, ലൈക്ക് ഇന്ന ആളുടെ മാഷിന്റെ മോളെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അവനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് കമ്പാരിസൺ നടത്തിയിട്ട് നമ്മളെ കുറ്റപ്പെടുത്തി നമ്മുടെ തെറ്റുകൾ മാത്രം കണ്ടിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഹോംവർക്ക് ചെയ്യുന്ന സമയത്ത് തെറ്റ് പറ്റിയപ്പോൾ കുഞ്ഞുനാളില് നമ്മളോട് പറഞ്ഞു, നീ ഒന്നൊരു പൊട്ടനാണോ, നീ എന്താ പൊട്ടിയാണോ, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ എന്ന് ചോദിച്ചത് നമ്മുടെ ട്രോമയായിട്ടുണ്ട്. ഇത് മാത്രമൊന്നുമല്ല,
മാതാപിതാക്കൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ, ആ വഴക്കുണ്ടായ സാഹചര്യത്തിൽ വളർന്നിട്ടുണ്ടെങ്കിൽ, അവർ വഴക്ക് കൂടുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ അൺസേഫ് ആയിട്ടുള്ള, ഞാൻ സേഫ് അല്ല എന്നുള്ള, അപകടമാണ്, ഡേഞ്ചറസ് ആണ് എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് വ്യക്തികൾ അത്തരത്തിലുള്ള കടന്നുപോയ വ്യക്തികളെ പറ്റി ഞാൻ പറയുന്നത്, അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്നേഹം, ബന്ധം അല്ലെങ്കിൽ മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, അവരനുഭവിച്ചതാണ്, അതാണ് അവർക്ക് അറിയുള്ളൂ. സോ കുട്ടികളുടെ പ്രത്യേകത എന്താ വെച്ചാൽ, മാതാപിതാക്കളുടെ 60% അല്ലെങ്കിൽ 70% അവർ കോപ്പി ചെയ്യും. നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാരന്റ്സിന്റെ പല സ്വഭാവങ്ങളും നിങ്ങൾ കോപ്പി ചെയ്തിട്ടുണ്ട്. കാരണം കുട്ടികളുടെ സൈക്കോളജി, മനുഷ്യന്റെ സൈക്കോളജി വർക്ക് ചെയ്യുന്നത് മോഡലിങ്ങിലൂടെയാണ്. ഒരു കാര്യം കാണുന്നു, അതുപോലെ ചെയ്യുന്നു. നിങ്ങൾക്ക് 5 സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 5 സുഹൃത്തുക്കളുടെ ആവറേജ് നിങ്ങളായിരിക്കും. കാരണം മോഡലിംഗ് ആണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾ 5 പേരും ബിസിനസ് ചെയ്യുന്ന സമ്പന്നരായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, വിജയിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരെ പോലെ നിങ്ങളാവും. അതുകൊണ്ടാണ് പറയുന്നത് നല്ല കൂട്ടുകെട്ട് വേണം ലൈഫിലൊന്നും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വരാം. എന്ത് മോഡലിംഗ് അല്ലെങ്കിൽ കുട്ടികൾ എന്ത് ട്രോമ അനുഭവിച്ചിട്ടുള്ള സംഗതികൾ അവരെന്ത് ചെയ്യുന്നു, വളരുന്നു. ഈ ട്രോമയിലൂടെ അവർ വളർന്നു വരുന്നു. ഈ ട്രോമയിലൂടെ വളർന്നു വരുന്ന ഓരോ വ്യക്തികളും അവരുടെ ട്രോമയ്ക്ക് അനുസരിച്ച് അതിന് ബേസ് ചെയ്തുകൊണ്ട് അവരുടെ ലൈഫിൽ ഓരോ ട്രോമ അനുഭവിക്കുമ്പോഴും 3-4 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. 1, അവർ ഭയങ്കര വേദനിപ്പിക്കപ്പെടുന്നു. 2, എനിക്കാരുമില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ എന്നെ ആരും പരിഗണിക്കുന്നില്ല എന്നൊരു അവസ്ഥയിലേക്കും ഫീലിംഗിലേക്കും പോകുന്നു. എന്നെ ചതിച്ചു, വഞ്ചിച്ചു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ വീക്കാണ്, അല്ലെങ്കിൽ ഞാൻ ശരിയല്ല, എനിക്കെന്തോ കുഴപ്പമുണ്ട്, ഇതിലേതെങ്കിലും ഫീലിംഗ്സിലൂടെ കടന്നു പോകുന്നു. ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഈ കുട്ടി ലോകത്തിനെ കുറിച്ചും സ്വന്തത്തിനെ കുറിച്ചും ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യും. ഞാൻ പോരാ, അല്ലെങ്കിൽ അവര് പോരാ, അവർ ശരിയല്ല, അവരെ വിശ്വസിക്കാൻ കഴിയില്ല, ഇവരെ വിശ്വസിക്കാൻ കഴിയില്ല, അവരെന്നെ വേദനിപ്പിച്ചു, ഇവരെന്നെ വേദനിപ്പിച്ചു, എനിക്ക് ഇനി ആരെയും വിശ്വസിക്കാൻ കഴിയില്ല, ഐ കനോട്ട് ട്രസ്റ്റ് എനിവൺ. ട്രസ്റ്റ് എന്ന് പറയുന്ന വാക്കിനർത്ഥം സ്പീഡാണ്. വിശ്വാസം എന്ന വാക്കിനർത്ഥം സ്പീഡാണ്. എന്താണ്? ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വളർച്ചയോ ഉയർച്ചയോ സംഗതികളോ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് ജീവിക്കാൻ കഴിയണം. ട്രസ്റ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സഹകരിച്ച് ജീവിക്കാൻ കഴിയില്ല, ഒരു ബിസിനസ് ചെയ്യാൻ കഴിയില്ല, പാർട്ട്ണർഷിപ്പിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല, എല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. ഹൈപ്പർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകും. അങ്ങനെ കടന്നുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാവില്ല, ജീവിത പങ്കാളിയെ വിശ്വാസം ഉണ്ടാവില്ല, സംശയരോഗം ഉണ്ടാകും, OCD പ്രശ്നങ്ങൾ ഉണ്ടാകും, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും, അസുഖങ്ങൾ ഉണ്ടാകും. കാരണം നിരന്തരം ടെൻഷനിലൂടെയും വിഷമത്തിലൂടെയും പ്രയാസത്തിലൂടെയും കടന്നു വന്നിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ആ വ്യക്തിയുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് എപ്പോഴും പാനിക് മോഡിലായിരിക്കും, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിൽ. അതായത് എപ്പോഴും എന്താ വെച്ചാൽ ഒരു ബേജാറിലായിരിക്കും, ഒരു വിഷമത്തിലായിരിക്കും. ഇതെന്ത് ചെയ്യും, ബ്രെയിനിലേക്ക് എന്ത് ചെയ്യും, സിഗ്നൽ കൊടുക്കും. എന്ത്? ഐ ആം നോട്ട് സേഫ്, എനിക്കിവിടെ ത്രെട്ടാണ്, ഞാൻ സേഫ് അല്ല, എനിക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അപകടമാണ്, എല്ലായിടത്തും അപകടം, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ട്, കാര്യങ്ങൾ, സംഗതികൾ. ഇത് ബ്രെയിനിലേക്ക് സിഗ്നൽ കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, നമ്മുടെ ബ്രെയിനിൽ അമിഗ്ഡല എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. ആ പാർട്ട് ഓവർ ആക്റ്റീവ് ആകാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഓവർ തിങ്കിങ് തുടങ്ങും. ഓവർ തിങ്കിങ് തുടങ്ങുമ്പോൾ കൂടുതൽ പാനിക് ആകും, കൂടുതൽ സ്ട്രെസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മളുടെ ബോഡിയിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഇത് പ്രൊഡ്യൂസ് ചെയ്യും. അത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, അത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടും. കൂടുതലായിട്ട് എക്സസീവ് എമൗണ്ടിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മധുരത്തിനോട് ഭയങ്കര താല്പര്യമായിരിക്കും, ചോക്ലേറ്റ്സിനോട് ഭയങ്കര താല്പര്യമായിരിക്കും, അഡിക്ഷൻസ് വരും, ഫുഡിനോട് ഭയങ്കര ക്രേവിങ്സ് ആയിരിക്കും, അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് ഡെവലപ്പ് ആകും, സിഗരറ്റ് സ്മോക്കിംഗ് ഡെവലപ്പ് ആകും, മയക്കുമരുന്നിനോട് താല്പര്യം തോന്നും, സോഷ്യൽ മീഡിയയിലേക്ക് ഒളിച്ചോടാൻ തോന്നും. നിങ്ങളുടെ ബോഡി പെയിനിലാണെന്നുണ്ടെങ്കിൽ ബോഡിക്ക് ഒരു റിലീഫ് വേണം, ഒരു ആശ്വാസം വേണം, ഒരു സുഖം വേണം. ആ താൽക്കാലികമായിട്ട് പെട്ടെന്ന് കിട്ടുന്ന സുഖങ്ങളിലേക്ക് പോകും. അത് തന്നെയാണ് മടി പിടിച്ചിരിക്കൽ. കാരണം വെറുതെ ഇരിക്കുമ്പോൾ സുഖമാണ്, പെട്ടെന്ന് സുഖം കിട്ടുകയാണ്. വെറുതെ ഇരുന്നാൽ അപ്പൊ തന്നെ സുഖം കിട്ടുകയാണ്. ഒന്നും ചെയ്യാൻ എനിക്ക് വയ്യ, റെസ്റ്റ് എടുക്കുക, സുഖം കിട്ടുന്നൊരവസ്ഥയാണ്. കഴിച്ചുകൊണ്ടിരിക്കുക, ഫുഡ് ഭയങ്കര സുഖമുള്ള പരിപാടിയാണ്. അതേപോലെ തന്നെ വെച്ചാൽ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യും, അതിന്റെ സുഖം കിട്ടും. കഞ്ചാവ് വലിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രഗ്സ് ഉപയോഗിക്കുക, സുഖം പെട്ടെന്ന് കിട്ടും. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക, പ്രശ്നങ്ങളൊക്കെ മറന്ന് ആ സുഖത്തിലേക്ക് പോകുന്നു, രസത്തിലേക്ക് പോകുന്നു. എന്റർടൈൻമെന്റ്, ബിഞ്ച് വാച്ച്, കാര്യങ്ങൾ, സംഗതികൾ, എല്ലാ ദുശീലങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം നല്ല പെട്ടെന്ന് സുഖം കിട്ടുന്ന കാര്യങ്ങളാണ്. അതിൽ നമ്മൾ അഡിക്റ്റ് ആയിപ്പോയി. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ എന്താണ് നമ്മളുടെ ലൈഫിൽ സംഭവിച്ചതും നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി? ക്ലിയർ ആണ്? ഓക്കെ, ഇനി ഇത് ആരോഗ്യ പ്രശ്നത്തിലേക്ക് എങ്ങനെ നയിക്കും? കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ ഭയങ്കരമായിട്ട് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിൽ എന്ത് സംഭവിക്കും? മെറ്റാബോളിസം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്, വിച്ച് ഇസ്, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ദഹിപ്പിച്ചിട്ട് അതിനെ ന്യൂട്രിയൻസും മിനറൽസും പോഷകങ്ങളും ഒക്കെ ആക്കി മാറ്റിയിട്ട് ശരീരത്തിൽ ഓരോ അവയവങ്ങളിലേക്കും ശരിയായ രീതിയിൽ സപ്ലൈ ചെയ്ത് എത്തിക്കുന്ന
പ്രോസസ്സാണ് മെറ്റാബോളിസം എന്ന് പറയുന്നത്. ഈ മെറ്റാബോളിസം സ്ലോ ഡൗൺ ആവാനും അത് നമ്മളുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലേക്കും പ്രോപ്പറായിട്ട് പോഷകങ്ങൾ എത്താതെ അത് വീക്ക് ആകാനും, അതേപോലെ തന്നെ ബോഡിയിൽ കൂടുതൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ഡെവലപ്പ് ആകുന്ന രൂപത്തിലേക്ക് വരും. അത് അൺഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ഗെയിന് കാരണമാകും, ഒബീസിറ്റിക്ക് കാരണമാകും. വണ്ണം കൂടുതലാകുന്നു, ശരീരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അസുഖങ്ങൾ ഉണ്ടാകുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അപ്പൊ ആരോഗ്യം നശിക്കുന്നത്, സ്ട്രെസ് ഉണ്ടെങ്കിൽ ആരോഗ്യം നശിക്കും. സ്ട്രെസ് ഉണ്ടെങ്കിൽ ക്രിയേറ്റിവിറ്റി വരില്ല. സ്ട്രെസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയില്ല. സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. സോ സ്ട്രെസ് എവിടുന്നാണ് വരുന്നത്? നമ്മൾ ഇത്രയും കാലം അനുഭവിച്ചിട്ടുള്ള പെയിനിൽ നിന്ന് വന്നതാണ്. ഇത് സ്ഥിരമായിട്ട് ഒരുപാട് തവണ പെയിനുകൾ അനുഭവിച്ചു കഴിഞ്ഞാൽ, പലതവണ അനുഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഒരു ക്യാരക്ടറായി മാറും. അത് നമ്മളുടെ ഒരു പാറ്റേൺ ആയിട്ട് മാറും. എന്താ പാറ്റേൺ? സ്ഥിരമായി ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊരു ശീലമായി മാറും. നമ്മുടെ ചിന്തകൾ വർക്ക് ചെയ്യുന്ന ശീലം, നമ്മുടെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ശീലം, നമ്മൾ പ്രതികരിക്കുന്ന ശീലം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ആകും ഇത്തരത്തിലുള്ള റിപ്പീറ്റഡ് ആയിട്ട് കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ. അപ്പൊ നമ്മുടെ ലൈഫ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ ചെയ്തതിന്റെ 90% തന്നെയാണ് ഇന്നും. നിങ്ങളുടെ ചിന്തകളുടെ 90% ചിന്തകൾ തന്നെയാണ് ഇന്നലെയും കഴിഞ്ഞ ഒരു വർഷമായിട്ടൊക്കെ നടക്കുന്നത്. അപ്പൊ ആ പാറ്റേണിൽ ഒരു ബ്രേക്ക് ഉണ്ടായാൽ മാത്രമാണ്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇത്രയും കാലം നമ്മൾ ചിന്തിച്ചിട്ട് നമ്മളെ കുറിച്ച് എന്ത് ഇമേജാ ഉള്ളത്? നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള, റിച്ച് ആയിട്ടുള്ള, സമ്പന്നനായിട്ടുള്ള, ഹൈലി നല്ല ഹെൽത്തി ആയിട്ടുള്ള, നല്ല അടിപൊളി പെർഫോം ചെയ്യുന്ന, വിജയിക്കുന്ന ഒരാളുടെ ഒരു ഇമേജ് ആണോ നമുക്ക് നമ്മളെ കുറിച്ചിട്ടുള്ളത് പറയാനുള്ളത്? ആണോ? അതോ ബിലോ ആവറേജ് ആണ്, പോരാ, എന്റെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, ഞാൻ മടിയനാണ്, ഞാൻ ഒന്നിനും കൊള്ളുന്നില്ല, എനിക്ക് പലതും ചെയ്യാൻ കഴിയുന്നില്ല, ഞാൻ വീക്കാണ്, ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന ഇമേജ് ആണോ നമുക്ക് നമ്മളെ കുറിച്ചിട്ടുള്ളത്? ഏത് ഇമേജ് ആണ്? ഏതാ? സക്സസ്ഫുൾ ഇമേജ് ആണോ? അതല്ല ഫെയിലിയർ ഇമേജ് ആണോ? ഫെയിലിയർ ആണ്, നമുക്ക് സ്ട്രഗിൾ ചെയ്യുന്ന ഇമേജ് ആണോ? ഫെയിലിയർ ഞാൻ പറയുന്നില്ല, സ്ട്രഗിൾ ചെയ്യുന്ന ഇമേജ് ആണോ? പെയിനിലും ബുദ്ധിമുട്ടിലും കാര്യങ്ങളിലൂടെ. സക്സസ്ഫുൾ ആയിട്ടുള്ള ഇമേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിരിക്കില്ല. സോണോ? സ്ട്രഗിൾ ചെയ്യുന്ന ഇമേജ്. സ്ട്രഗിൾ ചെയ്യുന്ന ഇമേജ് ആണ്. ഈ ഇമേജ് നിങ്ങളുടെ ഉള്ളിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? നിങ്ങളുടെ ഇമേജ് എന്താണോ, നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത എന്താണോ, ആ ചിന്ത, നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള ഒരു പിക്ചർ എന്താണോ, ആ പിക്ചർ എന്താണോ, അതിനനുസരിച്ചുള്ള ചിന്തകളും കാര്യങ്ങളും സംഗതികളും മാത്രമേ എന്തുണ്ടാവുള്ളൂ? പുറത്തേക്ക് അത്തരത്തിലുള്ള ചിന്തകൾ, നിങ്ങളെ കുറിച്ച് നിങ്ങൾ പോരാ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അടുത്ത സാധനം വരുന്നത് നിങ്ങളുടെ കഴിവുകളാണ്. കഴിവ് എന്ന് പറയും, പൊട്ടൻഷ്യൽ എന്ന് പറയും. ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന സംഗതി നിങ്ങൾക്ക് സക്സസ് സൈക്കിൾ എന്ന് പറയാ. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ബിലീഫ് ഉണ്ട്, വിശ്വാസമുണ്ട്, ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് വീക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് പുറത്തെടുക്കാൻ കഴിയോ ഇല്ലയോ? മുഴുവൻ പൊട്ടൻഷ്യൽ. കാരണം ഇവിടെ ജനിച്ച് വിജയം വരിച്ചിട്ടുള്ള ഓരോ മഹാന്മാരായിട്ടുള്ള ആൾക്കാരും നിങ്ങളെപ്പോലെ തുടക്കക്കാരായിരുന്നു. എവറി മാസ്റ്റർ വൺസ് വാസ് എ ഡിസാസ്റ്റർ, എവറി വിന്നർ വൺസ് വാസ് എ ബിഗിന്നർ. എല്ലാവരും എന്താ പറയുക, തുടക്കക്കാരായിരുന്നു, നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരായിരുന്നു, സാധാരണക്കാരായിരുന്നു. അവർക്ക് പ്രത്യേകിച്ച് എക്സ്ട്രാ കഴിവോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളെപ്പോലെ കണ്ണും മൂക്കും വായും കയ്യും കാലും ഉള്ള സാധാരണ വ്യക്തികളാണ്. അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കും ചെയ്യാൻ പറ്റണം. എന്തുകൊണ്ട് പറ്റുന്നില്ല? അവിടെയാണ് പറയുന്നത് നമ്മളുടെ ഇമേജ് അല്ല അവരുടെ ഇമേജ്. അവരുടെ ഇമേജ് എന്താണ്? അവർ സ്വപ്നം കാണുന്നത് എന്താണോ അത് നേടിയെടുക്കാൻ കഴിവുള്ള, കപ്പാസിറ്റി ഉള്ള, സ്ട്രെങ്ത് ഉള്ള, ഹോപ്പ് ഉള്ള, കേപ്പബിലിറ്റി ഉള്ള, പൊട്ടൻഷ്യൽ ഉള്ള ആളാണെന്നാണ് അവർ വിശ്വസിക്കുന്നതും. ആ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ കഴിവ് പുറത്തു വരുന്നത് വളരെ പവർഫുൾ ആയിട്ട് അവർക്ക് മാക്സിമം പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ പറ്റും. നമുക്കൊക്കെ ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ളിലുണ്ട്, പക്ഷെ അത് ഉള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. സോ യു ആർ എ ഡയമണ്ട് ഇൻ എ മഡ്. ചെളിക്കുഴിയിൽ ചെളിക്കുണ്ടിൽ വീണ് കിടക്കുന്ന, ഒളിഞ്ഞു കിടക്കുന്ന ഒരു ഡയമണ്ട് ആണ് നിങ്ങൾ. യു ആർ എ ജീനിയസ്, യു ഹാവ് പൊട്ടൻഷ്യൽ, യു ഹാവ് കേപ്പബിലിറ്റി. നിങ്ങൾക്ക് നല്ല കപ്പാസിറ്റി ഉണ്ട്, നല്ല കഴിവുണ്ട്, നല്ല അറിവുണ്ട്, നല്ല ബുദ്ധിയുണ്ട്. കാരണം നിങ്ങളെപ്പോലെ മൈൻഡുള്ള ആൾക്കാർ തന്നെയാണ് മറ്റുള്ള മനുഷ്യന്മാരും. അവർക്കുള്ള അതേ മൈൻഡ് നിങ്ങൾക്കുമുണ്ട്. നിങ്ങൾക്ക് ട്രോമ അനുഭവിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ട്രോമ എന്ന് പറയുന്ന ഒരു ആഘാതമാണ്, അതൊരു ഇമ്പാക്റ്റ് ആണ്, അതൊരു എന്താ പറയുക ആക്സിഡന്റ് ആണ്. ഓരോ ആക്സിഡന്റിനും പരിക്കുണ്ടാവും. സോർണോ? വണ്ടി നിങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോകേണ്ട വണ്ടി പലതവണ ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ അവിടെ എത്തുമോ? കറക്റ്റ് സമയത്തിന് എത്തൂല. ചിലപ്പോൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആവും, അല്ലെ? അവിടേക്ക് പോലും എത്തൂല. വയനാട് ചെന്നൈ എത്തുമ്പോൾ ചിലപ്പോൾ നിന്ന് വരും, മൈസൂർ എത്തുമ്പോൾ നിന്ന് വരും. ഇറ്റ് വിൽ നോട്ട് ഗോ ദേർ. സോർണോ? എത്തൂല എന്ന അവസ്ഥ തന്നെയാണ്. നമുക്ക് ഒരുപാട് മുന്നോട്ട് നമ്മുടെ ലൈഫ് ജീവിതം തുടങ്ങിയ അന്ന് മുതൽ നമുക്ക് ഒരുപാട് അടി കിട്ടുകയാണ്, ആക്സിഡന്റുകൾ സംഭവിക്കുകയാണ്. ആൻഡ് നൗ വി കനോട്ട് ഓപ്പറേറ്റ്. നമ്മുടെ കഴിവുകൾ പുറത്തു വരുന്നില്ല. അങ്ങനെ കഴിവുകൾ പുറത്തു വരുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല കഴിവുകൾ ഉപയോഗിച്ച്, ക്രിയേറ്റിവിറ്റി, പൊട്ടൻഷ്യൽ സംഗതികൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ആക്ഷൻ എടുക്കണം, അല്ലെ? പണിയെടുക്കണം.
പണിയെടുത്താൽ നമുക്ക് റിസൾട്ട് കിട്ടും, നല്ല രീതിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും. പക്ഷെ ഈ ആക്ഷൻ ഉണ്ടല്ലോ, ഈ ആക്ഷൻ കഴിവുകൾ പുറത്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ആക്ഷൻ നല്ല രീതിയിൽ വരുമോ? വരുമോ? നോ ഇല്ല, നോ നോ വരില്ല. ഇരുന്ന് കഴിഞ്ഞാൽ ആക്ഷൻ നല്ല രീതിയിൽ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ റിസൾട്ട് നന്നാകുമോ? റിസൾട്ട് നന്നാകില്ല. റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ആ റിസൾട്ട് ഈ പുവർ റിസൾട്ട് ആയിരിക്കും, അല്ലെ? മോശം റിസൾട്ട് ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകുക. സ്വർണ്ണോ, ഈ മോശം റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മളെ കുറിച്ച്, ആ മോശം റിസൾട്ട് ക്രിയേറ്റ് ചെയ്ത നമ്മളെ കുറിച്ച് എന്താ നമുക്ക് ഉണ്ടാവുക? പരാജയമാണ് നമുക്ക് കിട്ടിയത്. പരാജയപ്പെട്ടവനായി പിന്നെ, അല്ലെ? ഈ വീണ്ടും ഇമേജ് ഒന്നുകൂടി മോശമായില്ലേ? സ്വർണ്ണോ, ഒന്നുകൂടി മോശമായി കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ പൊട്ടൻഷ്യൽ സ്കില്ല് വീണ്ടും നമുക്ക് നല്ല രീതിയിൽ പുറത്തെടുക്കാൻ കഴിയോ? ഇല്ല. മോശം സ്കില്ല്, മോശം പൊട്ടൻഷ്യലെ പുറത്തെടുക്കാൻ കഴിയുള്ളൂ, ബിലോ ആവറേജ് പെർഫോമൻസെ പുറത്തെടുക്കാൻ കഴിയുള്ളൂ. വീണ്ടും നമ്മുടെ ആക്ഷൻ എന്താകും? ഒന്നുകൂടി വീക്കാവും. വീക്കായി കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ റിസൾട്ട് മോശമാകുമ്പോൾ വീണ്ടും നമ്മുടെ സെൽഫ് ഇമേജ് മാറും. ഇതൊരു സൈക്കിളാണ്. അപ്പൊ പരാജയപ്പെട്ടവൻ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് ഇതുകൊണ്ടാണ്. എന്നാൽ വിജയിച്ചവൻ വിജയിച്ചുകൊണ്ടേയിരിക്കുന്നത് അവനെ കുറിച്ചുള്ള സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് നല്ലതാണ്. ക്ലിയർ ആണോ? ആ സെൽഫ് ഇമേജ്, നിങ്ങളെ കുറിച്ചിട്ടുള്ള സെൽഫ് ഇമേജ് എന്തായിരിക്കണം? കറക്റ്റ് ആയിരിക്കണം. എനിക്ക് എന്നെ കുറിച്ചുള്ള സെൽഫ് ഇമേജ് എന്താ? ഐ ആം എ ബ്ലഡി സൂപ്പർ ഹീറോ. ദിസ് ഇസ് മൈ സെൽഫ് ഇമേജ്. ഞാൻ എന്നെ കൊണ്ട് കാണിക്കുന്ന ഇതിവിടെ വെച്ചിരിക്കുക, ഞാൻ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഡൗൺ ആയ ഞാനല്ല ഡൗൺ ആണ്, സൂപ്പർ ഹീറോ ആണ് ഡൗൺ ആണ്. നിങ്ങളല്ല, നിങ്ങളെ കുറിച്ചിട്ടുള്ള ഇമേജ് അല്ല നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന ഇമേജ് അല്ല, അത് സത്യമല്ല. നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടുകൾ നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നില്ല. പരാജയം ആർക്കും ഉണ്ടാകാം. വിജയിച്ച വ്യക്തിയോട് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു, നിങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാല് എന്റെ പരാജയങ്ങളാണെന്ന് പറഞ്ഞു. ആഹാ, അതെങ്ങനെയാ? പരാജയമാണ് എന്റെ വിജയത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു അതെങ്ങനെയാണെന്ന് ചോദിച്ചു പറഞ്ഞു, എന്റെ എനിക്ക് പരാജയം വന്നു, മിസ്റ്റേക്സ് വന്നു, ഞാൻ മണ്ടത്തരങ്ങൾ ചെയ്തു കൂട്ടിയപ്പോ എനിക്ക് മനസ്സിലായി, അതിൽ നിന്ന് ഞാൻ പാഠം പഠിച്ചു, ഇത് വർക്ക് ചെയ്യില്ല, ഞാൻ ചെയ്ത തെറ്റിതാണ്. അപ്പൊ പിന്നീട് ഞാൻ എന്ത് ചെയ്തു? എന്റെ തെറ്റായ കാര്യങ്ങളിൽ നിന്ന്, ആ തെറ്റുകൾ മനസ്സിലാക്കി തെറ്റായ കാര്യങ്ങളിൽ നിന്ന് ഞാൻ ശരിയിലേക്ക് തീരുമാനം എടുത്തു തുടങ്ങി. ശരിയായ തീരുമാനങ്ങളാക്കി, ഇത് ചെയ്യാൻ പാടില്ല എന്ന ശരിയായ പാഠം പഠിച്ചു. പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളതും കൂടെ പഠിച്ചു. അപ്പൊ ഈ പരാജയം സംഭവിച്ചത് കൊണ്ടാണ് തെറ്റെന്താണെന്ന് മനസ്സിലായത്, ശരി എന്താന്ന് മനസ്സിലായത്. ആ മനസ്സിലായതിൽ നിന്ന് പിന്നീട് ഞാൻ എന്ത് ചെയ്തു? തെറ്റായ തീരുമാനങ്ങൾ പരാജയപ്പെട്ടപ്പോൾ ആ പരാജയത്തിന് കാരണമായ തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് പിന്നീട് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പഠിച്ചു. അങ്ങനെ ശരിയായ തീരുമാനങ്ങൾ എടുത്തപ്പോൾ എനിക്ക് വിജയമുണ്ടായി. അപ്പൊ ശരി, നമുക്ക് പരാജയപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് അയാൾ ഇങ്ങനെ പരാജയപ്പെട്ടിരുന്നോ? അയാൾ എന്താ ചിന്തിച്ചത്? അയാളെ കുറിച്ച് ചിന്തിച്ചില്ല, ഞാൻ പരാജിതനാണ്, ഞാൻ മോശമാണെന്ന് ചിന്തിച്ചില്ല. അദ്ദേഹം എന്താ ചിന്തിച്ചത്? അദ്ദേഹം ചിന്തിച്ചത് എന്താണ്? എനിക്ക് അവിടേക്ക് എത്തണം, എനിക്ക് വിജയിക്കണം, എനിക്ക് മുന്നേറണം, ഞാൻ വിജയിക്കാനുള്ള വ്യക്തിയാണ്, ഞാൻ വിജയിക്കുമെന്ന് ഉറപ്പുള്ള വ്യക്തിയാണ്, ഞാൻ എന്തായാലും വിജയിച്ചേ പറ്റൂ, എനിക്ക് വിജയിച്ചേ പറ്റൂ. ക്ലിയർ ആണോ പറയുന്നത്? നിങ്ങളുടെ ഇപ്പോഴത്തെ ബ്രെയിൻ ഉണ്ടല്ലോ, അതെനിക്ക് തിരിക്കണം. തിരിച്ചിട്ട് ഞാൻ വേറെ ലെവലിൽ, ഇപ്പൊ അത് പടിഞ്ഞാറോട്ടാ നിൽക്കുന്നെങ്കിൽ ഞാൻ കിഴക്കിലേക്ക് തിരിച്ചു വെക്കും. എനിക്ക് തിരിച്ചേ പറ്റൂ. നിങ്ങളുടെ നെഗറ്റിവിറ്റിയിലേക്കും പ്രശ്നത്തിലേക്കും ബുദ്ധിമുട്ടിലേക്കും പ്രയാസത്തിലേക്കും കഷ്ടപ്പാടിലേക്കും ഇല്ലായ്മയിലേക്കും പെയിനിലേക്കും സങ്കടങ്ങളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കുമാണ് നോക്കുന്നതെങ്കിൽ ആ ബ്രെയിനെ തിരിച്ചിട്ട് എന്ത് ചെയ്യണം? സമ്പന്നതയിലേക്കും വിജയത്തിലേക്കും അറിവിലേക്കും നന്മയിലേക്കും വളർച്ചയിലേക്കും ഉയർച്ചയിലേക്കും എനിക്ക് തിരിച്ചു വെക്കണം. എന്നെ അനുവദിക്കുമോ നിങ്ങൾ അതിനെ? അനുവദിക്കുമോ? Then please do it. Just then comment down. നിങ്ങൾ കമന്റ് ചെയ്യും. I am ready and excited എന്നുള്ളതിന് RE എന്ന് കമന്റ് ചെയ്യും. Just comment down RE. അപ്പോ പരാജയപ്പെട്ടു എന്ന് വിചാരിച്ചോ, ഇത്രയും കാലം പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വിചാരിച്ചിട്ടോ നിങ്ങൾ എന്താകുന്നില്ല? ഒരു പരാജിതനാകുന്നില്ല. അത് നിങ്ങളുടെ ഇമേജ് അല്ല, അത് നിങ്ങളുടെ സത്യമല്ല, അത് നിങ്ങളല്ല. എന്തായിരിക്കണം നമ്മുടെ ഇമേജ്? ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ ഇമേജ് എന്തായിരിക്കണം? നമുക്ക് എന്താ വേണ്ടത്? റിസൾട്ട് ക്രിയേറ്റ് ചെയ്യണം. എന്ത് റിസൾട്ട് ആണോ വേണ്ടത് എഴുതി വെച്ചോ. എന്ത് റിസൾട്ട് ആണോ വേണ്ടത്, ആ വേണ്ട റിസൾട്ടിന്റെ ഇമേജ് കാണണം, അവസാനം കാണണം. എന്താണ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യേണ്ടത്? സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്മാൻ ആവണോ? ആരോഗ്യമുള്ള ശരീരം വേണോ? അതല്ല നിങ്ങൾക്ക് എന്ന് വെച്ചാൽ നല്ല തൊഴിൽ മേഖലയിൽ ഉയർച്ചയും വളർച്ചയും വേണോ? പ്രൊമോഷൻസ് ലഭിക്കണോ? നല്ല വരുമാനം ലഭിക്കണോ? നല്ല സമ്പത്ത് വേണോ?
നല്ല ഹാപ്പി ഫാമിലി വേണോ? എന്താണ് വേണ്ടത്? അതിനെക്കുറിച്ച് ചിന്തിക്കുക. വേണ്ടാത്തതിനെ കുറിച്ചോ പ്രശ്നങ്ങളെ കുറിച്ചോ അല്ല ചിന്തിക്കേണ്ടത്. അത് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഇമേജ് ആയി മാറും. അതിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് അതാണ്, നിങ്ങൾ അതാണ്, നിങ്ങൾ അതിന് പറ്റിയ ഒരാളാണ്, അല്ലെങ്കിൽ അതിന് മാച്ച് ആവുന്ന ഒരാളാണ്, നിങ്ങൾ ആ റേഞ്ചിലുള്ള ആളാണ്. ഇതാണ് എന്റെ ലൈഫ്, ഇങ്ങനെയൊക്കെയാണ് എന്റെ ലൈഫ് മുന്നോട്ട് പോകുള്ളൂ എന്നുള്ള, ഇത്രയും എനിക്ക് പെർഫോം ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ള ഇമേജ് ആയി മാറും. അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് പകരം what do you want to build, what do you want to create, what do you want to achieve, what do you want to attract, what do you want to build? മനസ്സിലാവുന്നുണ്ട്? നിങ്ങൾക്ക് എന്താ ബിൽഡ് ചെയ്യേണ്ടത്, എന്താ സൃഷ്ടിക്കേണ്ടത്, അതിനെക്കുറിച്ച് ചിന്തിക്കുക. അതിലേക്ക് നിങ്ങൾ ഫോക്കസ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? കണ്ടിന്യൂസ്ലി ആ തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ആ റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ആ റിസൾട്ട് നല്ല റിസൾട്ട് ആണ്, ആ റിസൾട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊടുക്കണം. അത് തന്നെ കണ്ടുകൊണ്ടിരിക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനോട് അസോസിയേറ്റഡ് ആവണം. അത് കണ്ടിന്യൂസ്ലി നിങ്ങൾ എന്ത് ചെയ്യണം? ചിന്തിച്ച് നിങ്ങളുടെ മൈൻഡിൽ എന്ത് ചെയ്യണം? അതിനോട് അസോസിയേഷൻ ഉണ്ടാക്കുക, ബന്ധമുണ്ടാക്കുക. അതിൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താകും? ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. യെസ്, എനിക്കിത് അച്ചീവ് ചെയ്യണം, എനിക്കിങ്ങനെ ചിന്തിക്കണം, എനിക്കിങ്ങനെ പോകണം, എനിക്കിത് നേടണം. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്, അതിനുവേണ്ടി എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അതിനു വേണ്ടിയിട്ട് യെസ്, നിങ്ങളുടെ ഇമേജ് അങ്ങ് മാറും. നിങ്ങളുടെ ഇമേജ് മാറുന്നതോട് കൂടിയിട്ട് ഇതിന് മാച്ച് ആകുന്ന ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മാച്ച് ആകുന്ന തരത്തിലുള്ള ക്രിയേറ്റീവ് തിങ്കിങ് നിങ്ങളുടെ ബ്രെയിനിൽ സ്റ്റാർട്ട് ചെയ്യും. പൊട്ടൻഷ്യൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബിലീഫ് മാറുന്നതോടുകൂടി പൊട്ടൻഷ്യൽ. അപ്പൊ നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താകും? ഓക്കെ, ഈ ഇതിനനുസരിച്ചിട്ടുള്ള പൊട്ടൻഷ്യൽ എനിക്ക് പുറത്തെടുക്കണം. ഈ ഇതിനനുസരിച്ചുള്ള പൊട്ടൻഷ്യൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങും. വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യും? ഓക്കെ, ഇതെങ്ങനെ സോൾവ് ചെയ്യാം, ഇത് എനിക്ക് സ്വന്തമാക്കണം, ഇതെനിക്ക് നേടിയെടുക്കും. റിസൾട്ട്, ഈ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ ചിന്തിക്കാൻ തുടങ്ങും, ഇതെങ്ങനെ നേടിയെടുക്കും. മറ്റേതെന്താ? പ്രോബ്ലം, ഞാൻ എങ്ങനെ രക്ഷപ്പെടും? ഞാൻ രക്ഷപ്പെടില്ല. ഇതാ ഉത്തരം വരിക. മനസ്സിലാവുന്നുണ്ടോ? മറ്റെന്താണ്? എനിക്കിത് ബിൽഡ് ചെയ്യണം, എനിക്കിത് സൃഷ്ടിച്ചെടുക്കണം. ഇത് സൃഷ്ടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഓക്കെ, ഫൈൻ. ഞാൻ അതിന് എന്ത് ചെയ്യണം? പൈസ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബിസിനസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബിസിനസ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, ഞാൻ എന്ത് ചെയ്യണം? ബിസിനസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ എവിടെ പോകും? കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാം, യൂട്യൂബ് വീഡിയോസ് കാണാം, അല്ലെങ്കിൽ ക്ലാസ്സുകൾ കേൾക്കാം, ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിൽ പോവാം. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ബെറ്റർ ലൈഫ് വേണം എന്ന് ആഗ്രഹിച്ചതിന്റെ ചെറിയൊരു തുടക്കമാണ് ഇവിടെ നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത്രയും നേരം എന്നെ നിങ്ങൾ കേട്ടപ്പോ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തത്? അടിപൊളിയാണോ? നിങ്ങൾ കിട്ടുന്ന നോളജ് സെറ്റാണോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ച്, നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇമേജ് എന്തായിരിക്കണം? നിങ്ങൾ വിജയിക്കാൻ പോകുന്ന വ്യക്തിയാണ്. വിജയിക്കാൻ പോകുന്ന വ്യക്തിയുടെ ബോഡി ലാംഗ്വേജ് ഏതാ ബോഡി ലാംഗ്വേജ്? ഇങ്ങനെ ഇരിക്കലാണോ? ഇങ്ങനെ ഇരിക്കലാണോ? ഇത് ഇത്രയും കാലം ഇരുന്നായിരുന്നുണ്ടല്ലോ, ടയേർഡ് ആയിട്ടുള്ള ട്രോമയും ബുദ്ധിമുട്ടും പെയിനും ഒക്കെ അനുഭവിച്ചിട്ട് അതല്ല, റെഡി ആയിട്ട് എനിക്ക് പഠിക്കണം എന്നും പറഞ്ഞിട്ട് മുന്നോട്ട് വന്ന് ആവേശത്തോടു കൂടി ഇരിക്കുന്ന ആ ബോഡി ലാംഗ്വേജ് ആണ്. ആ ഇമേജ് ബിൽഡ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? പഠിക്കാനുള്ള താല്പര്യത്തോടു കൂടി ഇരിക്കണം. ഇത് സാധാരണ ട്രെയിനിങ് അല്ല. ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിന് ചേഞ്ച് ചെയ്യും. ഐ വോണ്ട് ടു ചേഞ്ച് യുവർ ലൈഫ്. ഇവിടെ കിടന്നുകൊണ്ട് റിലാക്സ് ചെയ്തിട്ട് കിടന്നിട്ട് ആരെങ്കിലും വലിയ എന്താ പറയുക സംരംഭം ബിൽഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. കിടന്നിട്ട് ആരെങ്കിലും വലിയ സമ്പത്ത് ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ടോ? ഇല്ല. എവറിബഡി they were active and അവർ മുന്നോട്ടാഞ്ഞ് ഇരുന്ന് പഠിച്ച് പ്ലാൻ ചെയ്ത് എഴുതി തയ്യാറാക്കി അതിനു വേണ്ടിയിട്ട് എന്താണോ റിസർച്ച് ചെയ്യേണ്ടത് റിസർച്ച് ചെയ്ത് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയി പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. സോ ബി ബ്ലഡി സീരിയസ് അബൌട്ട് യുവർ ലൈഫ്. ഇഫ് യു ആർ നോട്ട് സീരിയസ്, നിങ്ങൾ ഇത്രയും കാലം എവിടെയും എത്താത്തതിന്റെ റീസൺ ഉണ്ട് എങ്കിൽ, നിങ്ങൾ എത്തിയിട്ടില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ യു ആർ നോട്ട് സീരിയസ്. You are not serious about learning. You are not serious about changing your life. You are not serious about transforming your life, building the habits, taking action, following advice. അതല്ല, ഇതേപോലെ ഞാനിങ്ങനെയൊക്കെ തന്നെ, എന്നെ തല്ലണ്ട അമ്മാവാ, ഞാൻ നന്നാവില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ഞാനിങ്ങനെ അങ്ങ് പൊക്കോളാം എന്നുള്ള മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് ഗോയിങ് ടു ചേഞ്ച് യുവർ ലൈഫ്, ബിക്കോസ് ദാറ്റ് ഈസ് എ പാറ്റേൺ ദാറ്റ് യു ഹാവ്. ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യണം. അത് അഹങ്കാരത്തിന്റെ പാറ്റേൺ ആണ്. ബ്രേക്ക് ഇറ്റ്. അഹങ്കാരത്തിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണം? ഹംബിൾ ആവണം. എനിക്ക് പഠിക്കണം, എനിക്ക് മാറണം, എനിക്ക് ഉഷാറാവണം, എനിക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകണം എന്നുള്ള ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ആഗ്രഹത്തിലേക്ക് നിങ്ങൾ വരിക. ക്ലിയർ ആണോ? യെസ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. Are you enjoying the session? If you're enjoying, if it is amazing, just comment down. Yes, sir. Just comment down amazing. Just comment down amazing. എത്ര പേർക്ക് കമന്റ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. Thank you, sir.
All right. So, Load for the session actually. is it fruitful? Yeah, it's really fruitful actually. Yeah, I'm happy. I got immense of informations regarding all these aspects actually. I was in a depressed mood, but now I'm so enthusiastic and so happy about this. Yeah, I know that. You were lying down. അവിടെ കിടക്കായിരുന്നു. എണീറ്റ് വന്നല്ലോ. Fantastic. Yes, sir. Thank you, sir. Thank you so much. Yeah, that's the change I want to create. You change the image, you change everything, and that's how you build. Okay, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത് അതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് നമ്മുടെ ലൈഫ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇറങ്ങിത്തിരിക്കാം. ആ ഇറങ്ങിത്തിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നമ്മൾ എന്താ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്നിവിടെ ഷെയർ ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞതല്ലോ നമ്മുടെ ട്രോമാസ് ആണ്. ആ ട്രോമാസ് നമുക്ക് എങ്ങനെ മറികടക്കാൻ പറ്റും? അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ക്ലിയർ? അപ്പൊ ആ ട്രോമാസിനെ Yes, നമ്മൾ sir. നമ്മുടെ ആ ഒരു ചേഞ്ചിലേക്ക്, നിങ്ങളുടെ ആ ഒരു ചേഞ്ചിൽ ലൈഫിൽ ചേഞ്ച് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളും വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, രക്ഷപ്പെടുത്തില്ല. നോബഡി ഈസ് ഗോയിങ് ടു കം ആൻഡ് ഹെൽപ്പ് യു. യെസ്, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുള്ള നമ്മളെ ജെന്യൂൻ ആയിട്ടുള്ള നല്ല ആൾക്കാരുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ ആക്ഷൻ എടുക്കാൻ തുടങ്ങാത്തടത്തോളം കാലം, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാത്തടത്തോളം കാലം, നമുക്ക് താല്പര്യമില്ലാത്തടത്തോളം കാലം വേറൊരാൾക്കും നമ്മുടെ കാര്യത്തിൽ ഇത്രയും താല്പര്യമോ എനർജിയോ പാഷനോ ഒന്നും ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മളാണ് എന്ത് ചെയ്യേണ്ടത്? ഇറങ്ങിത്തിരിക്കേണ്ടത്. സോ നമ്മളത് ഇറങ്ങിത്തിരിക്കണം. നമ്മളത് ഇറങ്ങിത്തിരിച്ച് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം? സോ ആ ഒരു നമ്മുടെ ലൈഫിൽ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിയത് നമ്മളുടെ ഒരുപാട് ട്രോമ സംഭവിച്ചിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ. ഒന്നതാണ് ആ ട്രോമാസ് ചെറുപ്പത്തിൽ 0 to 8 yearsനിടയിൽ അനുഭവിക്കുന്ന ട്രോമയുണ്ട്. ജനിച്ച് 8 വയസ്സ് വരെയുള്ള സമയത്തുണ്ട്. ആ ട്രോമ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ലൈഫിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അതേപോലെ തന്നെ ജനിച്ചതിന് ശേഷം ഈ പറഞ്ഞ 8 yearsന് ശേഷം 15 വയസ്സ് വരെയുള്ള കാലഘട്ടമുണ്ട്. ആ സമയത്ത് കുറെ ട്രോമയുണ്ട്. മാരേജ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ എന്താ പറയാ അഡൽട്ട്ഹുഡിലേക്ക് കടന്നതിന് ശേഷം ഒരു യുവതിയോ യുവാവിന് ശേഷം ഒരുപാട് ട്രോമയുണ്ട്. മാരേജിലേക്ക് കടന്നതിന് ശേഷം അതിൽ ട്രോമ അനുഭവിച്ചവരുണ്ട്. അതേപോലെ തന്നെ ഫാമിലി ലൈഫിൽ ട്രോമ അനുഭവിച്ചവരുണ്ട്. ടോക്സിക് ആയിട്ടുള്ള പാർട്ട്നേഴ്സിന്റെ പ്രശ്നം കൊണ്ട് ട്രോമ അനുഭവിച്ചവരുണ്ട്. ബിസിനസ് ചെയ്തിട്ട് പരാജയങ്ങൾ അനുഭവിച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഇതൊക്കെ നമ്മളുടെ എന്ത് ചെയ്യും? നമ്മൾക്ക് ഒരു നമ്മൾ പോരാ, അല്ലെങ്കിൽ നമ്മളുടെ വലിയ അപകടത്തിലാണ് എന്നുള്ളൊരു ഇമേജ് നമുക്ക് തരും. ആ ഇമേജ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വീക്കാക്കി കളയുന്നത്. ഇതെന്താണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ആ ഒരു ഇമേജ് ചേഞ്ച് ചെയ്ത് ഇത് വേറെ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ EFT എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് ഇത് ഹീൽ ചെയ്യാൻ പറ്റും. ഈ ട്രോമാസിനെ ഹീൽ ചെയ്യാന്ന് മാത്രമല്ല, 2 കാര്യങ്ങൾ നമുക്കുണ്ട്. ഒന്ന്, ട്രോമ ഹീൽ ചെയ്യണം. രണ്ടാമത്തത്, ഈ ട്രോമ മൂലം ഉണ്ടായിട്ടുള്ള ഒരു മൈൻഡ് പ്രോഗ്രാമിംഗ് ഉണ്ട്, ബിലീഫ് ഉണ്ട് നമുക്ക് നമ്മളെ കുറിച്ചുള്ള സെൽഫ് ഇമേജ്. ആ ബിലീഫ് എന്ന് പറയുന്നത് ഞാൻ കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരാളാണ്, ഞാൻ സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാളാണ്, ഞാൻ മോശം അല്ലെങ്കിൽ എന്താ പറയുക ഒരു പോരാ എന്നുള്ള വ്യക്തിയാണ് എന്നുള്ള തരത്തിലുള്ള ചിന്തകൾ എനിക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് പ്രോഗ്രാമിംഗ്. ഈ പ്രോഗ്രാമിംഗ് ആണ് നമ്മുടെ ക്യാരക്ടറായിട്ട് മാറുന്നത്, അതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡായിട്ട് മാറുന്നത്, അതാണ് നമ്മുടെ പാറ്റേൺ ഓഫ് ബിഹേവിയർ ആയിട്ട് മാറുന്നത്. അപ്പോ ഇതിനെ നമ്മൾ ഹീൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, റൂട്ട് കോസിൽ പോയിട്ട് ചെറുപ്പകാലത്തുള്ള ഈ ഇഷ്യൂസ് ഓരോന്നും എടുത്തിട്ട് നമ്മൾ EFTയിൽ ടാപ്പിംഗ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. ആ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ EFT ഉപയോഗിച്ചിട്ട് നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? ഈ ഓരോ ട്രോമാസും ഹീൽ ചെയ്യപ്പെടാൻ പറ്റും. എന്താണ് EFT? ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന് പറയുന്നതാണ് EFT എന്ന് പറയുന്നത്. അപ്പൊ ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന് പറയുന്നത് എന്താണ്? ഇമോഷൻസിൽ നമ്മൾ സ്റ്റക്കായി കിടക്കുകയാണ് ട്രോമ മൂലം ഉണ്ടായിട്ട്. നമുക്കുണ്ടായിട്ടുള്ള ഒരുപാട് വേദനാജനകമായ അനുഭവങ്ങളിൽ അതിൽ കുറെ എന്തുണ്ട്? ഇമോഷൻ ഉണ്ട്. ആ ഇമോഷൻ എന്താണ്? നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ്. നമ്മൾ വേദനാജനകമായ എല്ലാ അനുഭവങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അത് ഉള്ളിൽ പോയിട്ട് ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് കിടക്കുകയാണ് ഓരോ സെല്ലുകളിലായിട്ട്. അപ്പൊ ആ സ്റ്റോർ ചെയ്ത് കിടക്കുന്ന ഓരോ ഇമോഷൻസും എന്ത് ചെയ്യണം? ഹീൽ ചെയ്ത് റിലീസ് ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ സെല്ലുകളിൽ അവിടെ കിടന്നിട്ട് നമ്മുടെ ബോഡി എപ്പോഴും ഒരു പാനിക് മോഡിൽ, ഞാൻ നേരത്തെ പറഞ്ഞ നെർവസ് സിസ്റ്റം പാനിക് മോഡിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി എപ്പോഴും സ്ട്രെസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? നമുക്കൊന്നും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മളുടെ ബോഡി നമ്മളെപ്പോഴും ഓവർ തിങ്കിങ്ങും നെഗറ്റീവ് തിങ്കിങ്ങും ഈ പാറ്റേണിലൊക്കെ പോകും. ഇതെല്ലാം കട്ട് ചെയ്യാൻ, ഈ പാറ്റേൺ എല്ലാം ബ്രേക്ക് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഉള്ളിൽ സ്റ്റോർ ചെയ്ത് കിടക്കുന്ന ആ നെഗറ്റീവ് ഇമോഷൻസും അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള മെമ്മറിയും അതിനെ ചുറ്റിപ്പറ്റി നമ്മൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങളും ബിലീഫുകളും കാഴ്ചപ്പാടുകളും എല്ലാം നമുക്ക് എന്ത് ചെയ്യണം? എടുത്ത് റിമൂവ് ചെയ്യണം. EFT ടാപ്പിംഗ് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ എനർജി പോയിന്റ്സ് ഉണ്ട്. ഈ എനർജി പോയിന്റ്സ് ദിസ് ഇസ് ഒരു എനർജി പോയിന്റ് ആണ്. നമ്മൾ ഇവിടെ ടാപ്പ് ചെയ്യണം. ഇതൊരു മർമ്മമാണ്. എനർജി പോയിന്റ്സ് അല്ലെങ്കിൽ വൈറ്റൽ പോയിന്റ്സ് എന്ന് പറയും, മർമ്മം എന്ന് വിളിക്കും, മെറീഡിയൻ പോയിന്റ്സ് എന്ന് വിളിക്കും. ഇവിടെ നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ അക്യൂപങ്ക്ചറിൽ ഉള്ള കുറെ അക്യൂപ്രഷർ പോയിന്റ്സ് ആണ് ഇതെല്ലാം.
അപ്പൊ ആ ഒരു ചികിത്സാ രീതിയായിട്ടുള്ള ചൈനീസ് ചികിത്സാ രീതിയായിട്ടുള്ള അക്യൂപങ്ക്ചറിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്താൽ അതിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ള ഒരു എന്താ പറയുക വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക പ്രോഗ്രാമാണ് EFT എന്ന് പറയുന്നത്. അത് കണ്ടെത്തിയിരിക്കുന്നത് 1 minute, let me just give you ഒരു പിക്ചർ. നിങ്ങൾക്ക് അതിന്റെ ഒരു കറക്റ്റ് ഒരു പ്രസന്റേഷൻ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം. ഞാൻ ആ സ്ലൈഡ് ഒന്ന് ഓപ്പൺ ചെയ്തോട്ടെ, പ്ലീസ് വെയിറ്റ്. ഓക്കെ, ഓക്കെ. കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ EFT എന്ന് പറയുന്നത് എന്താണ്? ഹീലിംഗ് ഇമോഷണൽ ബ്ലോക്ക് ത്രൂ ടാപ്പിംഗ്. ഈ ഒരു ടാപ്പിംഗ് മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കുക എന്നുള്ളതാണ്. ഇത് കണ്ടെത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഗാരി ക്രെയ്ഗ് എന്ന് പറയുന്ന ഒരാളാണ്. 1990s ഇദ്ദേഹം എന്ത് ചെയ്തത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും കൂടുതൽ പ്രചാരത്തിലേക്ക് എത്തുന്നതും. ഇത് പഠിച്ചതിന് ശേഷം ഇത് കണ്ടെത്തിയതിനു ശേഷം ഇദ്ദേഹം തോട്ട് ഫീൽഡ് തെറാപ്പി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. റോജർ കാലഹാൻ എന്ന് പറയുന്ന ഒരാളുടെ അദ്ദേഹത്തിന്റെ തോട്ട് ഫീൽഡ് തെറാപ്പി എന്ന് പറയുന്ന മെത്തേഡിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു സിംഗിൾ മെത്തേഡ് ഡെവലപ്പ് ചെയ്തു. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ട്രോമാസിനെ ഹീൽ ചെയ്യാൻ പറ്റും. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ദ കോസ് ഓഫ് ഓൾ നെഗറ്റീവ് ഇമോഷൻ ഈസ് എ ഡിസ്റപ്ഷൻ ഇൻ ദ ബോഡി എനർജി സിസ്റ്റം. ഇപ്പോൾ ശരീരത്തിൽ ഒരു എനർജി സിസ്റ്റം ഉണ്ട്. നമ്മളുടെ ട്രോമ നമ്മൾ അനുഭവിക്കുമ്പോൾ ആ ശരീരത്തിലുള്ള എനർജി ഫ്ലോ, ഞാൻ പറഞ്ഞല്ലോ മെറ്റാബോളിസം എന്ന് പറഞ്ഞല്ലോ, അതേപോലുള്ള എനർജി ഫ്ലോ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു? അതിന് ബ്ലോക്ക് വരുന്നു ഓരോ ട്രോമയും. അങ്ങനെ ബ്ലോക്ക് വന്നിട്ടുള്ള ഓരോ ഏരിയാസും നമ്മൾ എന്ത് ചെയ്യും? ഓരോരോ ഇഷ്യൂസിനെ എടുത്തിട്ട് ടാപ്പ് ചെയ്തിട്ട് ഹീൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ആ ബ്ലോക്ക് എന്ത് ചെയ്യും? റിമൂവ് ചെയ്യപ്പെടും. അത് മാത്രമല്ല, നമ്മുടെ സെല്ലുലാർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് കിടക്കുന്ന ഈ ഇമോഷനും റിമൂവ് ആവും. അതിന്റെ കൂടെ തന്നെയുള്ള മെമ്മറി ഉണ്ട്, ബിലീഫ് ഉണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്, തീരുമാനങ്ങളുണ്ട്, നമ്മളെ കുറിച്ചുള്ള സെൽഫ് ഇമേജ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാനും പറ്റും. നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ആ ലിമിറ്റിംഗ് ബിലീഫ്സുകളെല്ലാം ബ്രേക്ക് ചെയ്ത് റിമൂവ് ചെയ്തിട്ട് പുതിയ അപ്ലിഫ്റ്റിംഗ് ബിലീഫുകൾ നമുക്ക് അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തതാണ് എന്ത്? EFT എന്ന് പറയുന്ന പ്രോഗ്രാം. അപ്പൊ അത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആളെയാണ് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കണ്ടത്. EFT വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ എനർജി പോയിന്റ്സ് ആയിട്ടുള്ള വിച്ച് ഇസ് മെറിഡിയൻ പോയിന്റ്സ്, ആ പോയിന്റ്സിൽ എന്ത് ചെയ്യും? നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ബ്രെയിനിലേക്ക് എന്ത് ചെയ്യും? ഒരു കാമിങ് സിഗ്നൽ നൽകും. ബ്രെയിൻ എന്ത് ചെയ്യും? കാം ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. ഈ സമയത്ത് തന്നെ നമ്മളുടെ ഉള്ളിലുള്ള ട്രോമാസ് എന്ത് ചെയ്യും? റിലീസ് ചെയ്യപ്പെടും. ഇത് റിലീസ് ചെയ്യപ്പെടുന്നു. ഇതിന് ചില വേർഡിങ്സുകൾ ഉപയോഗിക്കേണ്ട. മോഡേൺ സൈക്കോളജിയും അതേപോലെ അക്യൂപങ്ക്ചറും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന EFT എന്ന് പറയുന്ന മെത്തേഡ്. മനസ്സിലാവുന്നുണ്ടോ? ടാപ്പിംഗ് മെത്തേഡ്. അപ്പൊ അതിന് കുറെ ടാപ്പിംഗ് പോയിന്റ്സുകൾ ഉണ്ട്. ഒരു പോയിന്റ് ആണ് ഈ പോയിന്റ്, മറ്റൊരു പോയിന്റ് ആണ് ഈ ഒരു പോയിന്റ്, അതേപോലെ ഈ ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റ്. അതായത് ദിസ് ഇസ് ഐബ്രോ പോയിന്റ്, ഐബ്രോന്റെ തുടക്കം. അതേപോലെ സൈഡ് ഓഫ് ദ ഐസ്, അണ്ടർ ദ ഐസ്, അണ്ടർ ദ നോസ്, അണ്ടർ ദ ലിപ്സ് ആൻഡ് അണ്ടർ ദ കോളർ ബോൺ, അണ്ടർ ദ ആംസ്, ഓപ്പോസിറ്റ് സൈഡിൽ അണ്ടർ ദ ആംസ്. അതേപോലെ തന്നെ എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ, അതേപോലെ ഈ ഒരു ഫിംഗേഴ്സിൽ, ഇങ്ങനെയുള്ള കുറേ ലൊക്കേഷൻസ് ഉണ്ട്. ഈ ലൊക്കേഷൻസിലെല്ലാം നമ്മൾ ജസ്റ്റ് മെല്ലെ ടാപ്പ് ചെയ്യുന്നു. ടാപ്പ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ചില വേർഡിങ്സുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ലൈഫിൽ ഉള്ള ഓരോ ട്രോമാസിനെയും നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ വെരി പവർഫുൾ ടെക്നിക്. ഇത് വളരെ ഫാസ്റ്റ് ആണ്, ക്വിക്കാണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടെത്തിയിട്ടുള്ള ട്രോമ ഹീലിംഗ് ടെക്നിക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ വൻ രീതിയിൽ എന്താ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ട്രോമ ഹീലിംഗ് ഞാൻ പഠിപ്പിക്കാൻ കാരണം, ഞാൻ ഈ മേഖലയിലേക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ട്രോമ ഹീലിംഗ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട് എനിക്ക് 20 വർഷമായിട്ടുണ്ടായിരുന്ന അസിഡിറ്റി പ്രശ്നം എന്ത് ചെയ്തു? എനിക്ക് ക്ലിയർ ആക്കാൻ പറ്റി, ഹീൽ ചെയ്യാൻ പറ്റി. മനസ്സിലാവുന്നുണ്ടോ? അസിഡിറ്റി പ്രോബ്ലം എനിക്ക് കംപ്ലീറ്റ്ലി ഹീൽ ചെയ്യാൻ പറ്റി. ഒരൊറ്റ സെഷൻ 40 മിനിറ്റുള്ള ഒരൊറ്റ സെഷൻ ഇരുന്നപ്പോഴേക്കും കംപ്ലീറ്റ്ലി എനിക്ക് എന്ത് ചെയ്തു? ഇന്നേ വരെ എനിക്ക് ഈ പറഞ്ഞിരിക്കുന്ന അസിഡിറ്റി പ്രശ്നമോ അല്ലെങ്കിൽ ഗ്യാസിന്റെ പ്രശ്നമോ പെയിനോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. പണ്ട് എനിക്ക് എന്താ വെച്ചാൽ കുറെ വർഷങ്ങളായിട്ട് 20 വർഷത്തോളമായിട്ട് ഞാൻ അനുഭവിച്ചിരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഞാൻ ഭക്ഷണം കഴിക്കാൻ വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഗ്യാസ് വരും. എനിക്ക് ഈ പറഞ്ഞ പൊരിച്ച ഐറ്റംസ് ഉള്ള ചിപ്സ് സംഗതികൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് വരും. അങ്ങനെ അതൊരു അലർജി പോലെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ആ ഒരു സംഗതി കംപ്ലീറ്റ്ലി പോയി. മറ്റൊരു സംഗതി മിറക്കിൾ എനിക്ക് സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, എന്റെ വായിൽ പുണ്ണ് വരുമായിരുന്നു. ഞാൻ ഇതിന്റെ റൂട്ട് കോസ് ഞാൻ കണ്ടെത്തി.
അപ്പൊ ആ റൂട്ട് കോസ് കണ്ടെത്തുമ്പോൾ വായിൽ പുണ്ണ് വന്നു കഴിഞ്ഞാൽ മാറൂല. ഓക്കെ, വായിൽ പുണ്ണ് വന്നു കഴിഞ്ഞാൽ 2 ആഴ്ചത്തേക്കോ 3 ആഴ്ചത്തേക്കോ ഒന്നും മാറൂല, എത്ര മരുന്ന് കഴിച്ചാലും ഒന്നും മാറൂല. അവസാനം പിന്നീട് ലൈഫിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യങ്ങൾ സംഭവിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ട്രെസ് കാര്യങ്ങളൊക്കെ പോയി ഒരു ഹാപ്പിനെസ് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഇത് അങ്ങോട്ട് മാറിപ്പോകും. അങ്ങനെയാണ്. അപ്പൊ എന്താണ് ഇതിന്റെ കാരണം? ഈ അസുഖത്തിന്റെ കാരണം സ്ട്രെസ് ആയിരുന്നു. ആ സ്ട്രെസ്, ഇതേ സ്ട്രെസ് തന്നെയാണ് ഗ്യാസിന്റെയും പ്രശ്നം. ആ സ്ട്രെസ്സിന് കാരണം എന്താന്ന് ചോദിച്ചു, അതിന്റെ റൂട്ട് കോസ് എന്താണെന്നുള്ളത് ഞാൻ അന്വേഷിച്ചപ്പോ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ, ചെറുപ്പത്തില് എന്റെ ചെറുപ്പകാലത്ത് ഞാൻ ഭക്ഷണം കഴിച്ചിരുന്ന സമയത്ത്, എന്റെ സിബ്ലിങ്സിന്റെ കൂടെ ഭക്ഷണം കഴിച്ചിരിക്കുന്ന സമയത്ത് അവരെന്നെ പരിഹസിക്കുമായിരുന്നു. ആ പരിഹസിക്കുന്ന ആ ഒരു ട്രോമയായിരുന്നു. ആ ട്രോമ എടുത്തിട്ട് എക്സാക്ട്ലി ഞാൻ ഹീൽ ചെയ്തപ്പോഴാണ് എനിക്കിത് പോയത്. ഇത് ഹീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു ഇന്നർ ഡയലോഗ് ഉണ്ടാവും, സെൽഫ് ഇമേജിന് കാരണമാകുന്ന ഇന്നർ ഡയലോഗ്. ആ ഒരു കുറെ ദേഷ്യവും സങ്കടവും വിഷമവും ഉള്ള കുറെ പരാതികൾ നമുക്കുള്ള ഉള്ളിലുണ്ടാകും. ആ പരാതികളിലെ ഓരോ ഡയലോഗുകളും എടുത്തിട്ട് ടാപ്പ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ലിമിറ്റിംഗ് ബിലീഫ് അവിടെ ബ്രേക്ക് ആവുന്നു, ആ പാറ്റേൺ ഓഫ് തിങ്കിങ് അവിടെ ബ്രേക്ക് ആവുന്നു, ആ ബിലീഫ് അവിടെ ബ്രേക്ക് ആവുന്നു. അതായത് എനിക്കുണ്ടായിരുന്ന ബിലീഫ്, ഞാൻ വൈകി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വയറുവേദന വരും, അസുഖം വരും, അല്ലെങ്കിൽ എന്താ പറയാ ഗ്യാസിന്റെ പ്രശ്നം വരും എന്ന ബിലീഫ്, ആ ബിലീഫ് അവിടെ എന്ത് ചെയ്തു, കറ്റായിപ്പോയി. മറ്റൊരു വായിൽ പുണ്ണ് വരുന്നതിന്റെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ, ഞാൻ എത്ര വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് എന്നെ കുറിച്ചുണ്ടായിരുന്ന എനിക്കൊരു സിൻഡ്രോം ഉണ്ടായിരുന്നു, അസുഖം, വിച്ച് ഇസ് എന്താണത് അറിയോ? അത് ഫേക്ക് ആണ് എന്ന് നമുക്ക് തോന്നുന്ന ഒരവസ്ഥ. നമ്മൾ എത്ര വർക്ക് ചെയ്താലും വർക്ക് ചെയ്യുന്നില്ല, ഞാൻ പോരാ, ഞാൻ പോരാ, ഞാൻ പോരാ എന്ന ഒരു ഫീലിംഗ്. അതിന് പറയുന്ന ഒരു സിൻഡ്രോം ഉണ്ട്, അറിയോ? ഓക്കെ, എനിബഡി? ആർക്കാ പറയാൻ പറ്റുക? ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്നാണ് അതിന് പറയാം. ഇമ്പോസ്റ്റർ സിൻഡ്രോം, OCD അല്ല, ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറയും. OCD എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്തിട്ട് എത്രയായിട്ടും വൃത്തിയാവുന്നില്ല, അല്ലെങ്കിൽ ഓവറായിട്ട് വൃത്തിക്കുള്ള കൺസേൺ, ഇങ്ങനെയുള്ള സംഗതികളും ഒരു തിങ്കിങ് വന്നു കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, അതാണ് OCD. നമ്മളിൽ അധികം ആൾക്കാർക്കും എനിക്കുണ്ടായിരുന്നത് എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന ഇമ്പോസ്റ്റർ സിൻഡ്രോം ആണ്. ഞാൻ പോരാ എന്നുള്ള സംഗതി, ഞാൻ വർക്ക് ചെയ്യുന്നില്ല, ഞാൻ പ്രൊഡക്റ്റീവ് അല്ല, ഇതിന്റെ പേരിൽ ഞാൻ സ്ട്രെസ് അടിക്കുക. അപ്പൊ അത് എടുത്തിട്ട് ഹീൽ ചെയ്തോട് കൂടിയിട്ട് എന്ത് സംഭവിച്ചു, പിന്നീട് ഞാൻ അതിൽ നിന്ന് ഫ്രീ ആയി, കംപ്ലീറ്റ്ലി ഫ്രീ ആയി. എനിക്ക് പിന്നീട് ഇന്നേ വരെ 5 വർഷത്തോളമായിട്ട് എനിക്ക് വായിൽ പുണ്ണ് വന്നിട്ടേ ഇല്ല, വായിൽ പുണ്ണ് വന്നിട്ടില്ല. ഇസ് ഇറ്റ് അമേസിങ്? ഇസ് ഇറ്റ് അമേസിങ്? ഇസ് ഇറ്റ് ബ്യൂട്ടിഫുൾ? അപ്പൊ നിങ്ങൾക്ക് മൈഗ്രെയിൻ ഉണ്ടോ? EFT ഉപയോഗിച്ചിട്ട് മാറ്റാം. നിങ്ങൾക്ക് തണുപ്പ് തട്ടിക്കഴിഞ്ഞാൽ ജലദോഷം വരും, പൊടി തട്ടിക്കഴിഞ്ഞാൽ ചുമ വരും, ജലദോഷം വരും, അലർജി ഉണ്ടോ, മൈഗ്രെയിൻ ഉണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളുണ്ടോ, ഇങ്ങനെയുള്ള പല അസുഖങ്ങൾക്കും നമുക്ക് എന്താ വെച്ചാൽ EFT ഭയങ്കരമായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. സോ ഓൾറെഡി നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിൽ ചില എന്താ പറയുക പങ്കെടുത്തിട്ടുള്ള 1-2 ആൾക്കാർ, ഞാൻ ഈ പറഞ്ഞ എന്റെ സ്റ്റോറി കേട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അത്ഭുതപ്പെടേണ്ട, അല്ലെങ്കിൽ എന്താ പറയുക സംശയിച്ച് നിൽക്കേണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1-2 പേര് എനിക്കിവിടെ നമ്മുടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരുണ്ട്. ആ ഷെയർ ചെയ്യാനുള്ള ആൾക്കാരെ ഞാൻ എന്ത് ചെയ്യാണ്, വിളിക്കുകയാണ്. പ്ലീസ് കം ഫോർവേഡ് ആൻഡ് ഷെയർ യുവർ സ്റ്റോറി. നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ സ്റ്റോറി നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണം. ഐ വാണ്ട് യു ടു ഷെയർ. ബിന്ദു മാം ഒന്ന് പറയാവോ? യെസ്. ഗുഡ് ഈവനിങ് സർ. നമ്മൾ ഈ ഒരു കേൾക്കുന്നുണ്ട്. EFT-യിലേക്ക് വന്നതിന് ശേഷം, നമ്മുടെ പ്രോഗ്രാം ചെയ്തതിന് ശേഷം, നമ്മുടെ കോഴ്സ് ചെയ്തതിന് ശേഷം, നമുക്കൊരു കോഴ്സ് ഉണ്ട് കേട്ടോ. 42 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സാണ്. ആ കോഴ്സിൽ 30 ദിവസം ഫോളോ അപ്പ് ആണ്, 1-to-1 കോച്ചിങ് ആണ്. എന്നാൽ 12 ദിവസത്തെ ഹീലിംഗ് സെഷൻ ഉണ്ട്, കോഴ്സ് ഉണ്ട്. ആ 12 ദിവസം ലൈവ് കോഴ്സും ഹീലിംഗ് സെഷനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അവരുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കേട്ടു നോക്കാം. ബിന്ദു മാം, നിങ്ങളുടെ ഒരു ലൈഫ് എങ്ങനെയായിരുന്നു ഇതിനു മുൻപ്, കോഴ്സിൽ പങ്കെടുക്കുന്നതിന് മുൻപ്? എനിക്ക് ഭയങ്കര ബോഡി പെയിൻ ഉണ്ടായിരുന്നു, കഴുത്ത് വേദന, അതുപോലെ ബാക്ക് പെയിന്, പിന്നെ ഭയങ്കര ടെൻഷൻ, എല്ലാ കാര്യത്തിലും ഭയങ്കര ടെൻഷനും, അതുപോലെ ഓവർ തിങ്കിങ്, ആങ്സൈറ്റി, അങ്ങനെയുള്ള ഒരു ഇതിലൂടെ പോകുമ്പോഴാണ് ഞാൻ ഈ EFT-യിലോട്ട് വന്നത്. അപ്പം 12 ദിവസത്തെ ക്ലാസ്സും 30 ദിവസത്തെ മെന്റർഷിപ്പും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അന്നേരം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോഡി പെയിനൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആയുർവേദ മരുന്ന് സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരുന്ന, അപ്പൊ കുറച്ചു കാലമായിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ബോഡി പെയിൻ കംപ്ലീറ്റ് മാറിയിട്ടില്ലെങ്കിലും നല്ല മാറ്റമുണ്ട്. പിന്നെ അതുപോലെ ഓവർ തിങ്കിങ്ങിലും ഒരുപാട് വർക്ക് കിട്ടുമ്പോൾ, എന്തെങ്കിലും നമ്മൾ ജോലിയായി ബന്ധപ്പെട്ട വർക്കൊക്കെ ഉണ്ടാകുമ്പം അതെങ്ങനെ ചെയ്തു തീർക്കണം എന്നുള്ള ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് പഠിച്ചു. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു അവസ്ഥ. അപ്പൊ EFT പരിചയപ്പെട്ടതിന് ശേഷം ലൈഫിൽ ഇപ്പൊ ഒരു ടൂൾ ഉണ്ട് അല്ലേ? നല്ലൊരു ടൂൾ ഉണ്ട്, പറഞ്ഞോ.
നല്ലൊരു ടൂൾ ഉണ്ട്. നിങ്ങൾ യെസ് ഹാപ്പിയാണ്. Am I right? യെസ്, വെരി ഗുഡ്. യെസ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ബിന്ദു മാം ഷെയറിംഗ് യുവർ സ്റ്റോറി. നിങ്ങൾക്ക് എന്താണ് ഇത്തരത്തിലുള്ള ഈ ഒരു ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനൊക്കെ താല്പര്യപ്പെട്ടിരിക്കുന്ന കുറെ ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നത്, അവരോട് എന്താ പറയാനുള്ളത്? എന്തായാലും EFT ചെയ്യണം, ഒരിക്കലെങ്കിലും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചെയ്യുന്നത് കൂടെ അതിന്റെ കൂടെ പ്രാക്ടീസും ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അതിന്റെ ഒരു ഗുണം കിട്ടുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പാർട്ടിലേക്ക് പോകാം. അറിയടി. അപ്പൊ EFT എന്താണെന്നുള്ളത് ചെറുതായിട്ടൊന്ന് പറഞ്ഞു, പക്ഷെ നമുക്ക് അവിടെ തീരുന്നില്ല. നമ്മളുടെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലെ, നമ്മുടെ പ്രശ്നം എന്താണ്? ലാക്ക് ഓഫ് റൈറ്റ് എഡ്യൂക്കേഷൻ. നമുക്ക് റൈറ്റ് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ റൈറ്റ് എഡ്യൂക്കേഷനെ പറ്റി എന്താ പറഞ്ഞത്? മൈൻഡിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ബുദ്ധൻ പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട്, ആ വാചകം നമുക്ക് നോക്കാം. ഓൾ ദാറ്റ് വി ആർ ഈസ് ദ റിസൾട്ട് ഓഫ് വാട്ട് വി ഹാവ് തോട്ട്. നമ്മൾ ഇത്രയും കാലം എന്താണോ ചിന്തിച്ചത് അതാണ്, അതിന്റെ റിസൾട്ടാണ് നമ്മുടെ ലൈഫ്. ദ മൈൻഡ് ഈസ് എവറിത്തിങ്. മനസ്സാണ് എല്ലാം. വാട്ട് വി തിങ്ക് വി ബിക്കം. നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് നമ്മളായിത്തീരും. ശരിക്കും നോട്ട് ചെയ്തോളൂ, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നിങ്ങളായിത്തീരും. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞത്? തോട്ട്സ് ബിക്കം വേർഡ്സ്, വേർഡ്സ് ബിക്കം ആക്ഷൻസ്, ആക്ഷൻ ബിക്കംസ് ഹാബിറ്റ്സ്, ഹാബിറ്റ്സ് ബിക്കം ക്യാരക്ടർ, ആൻഡ് ക്യാരക്ടർ ബിക്കം ഡെസ്റ്റിനി. അതായത് ചിന്തകൾ വാക്കുകളായി മാറുന്നു, വാക്കുകൾ പ്രവർത്തികളായി മാറുന്നു, പ്രവർത്തികൾ ശീലങ്ങളായി മാറുന്നു, ശീലങ്ങൾ സ്വഭാവമായി മാറുന്നു, സ്വഭാവം നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നു. ഈ വിധി എവിടുന്ന വന്നത്? തുടങ്ങിയത് എവിടുന്ന? ചിന്തകളിൽ നിന്നാണ്. അപ്പൊ ട്രോമ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരുടെ ചിന്തകൾ പ്രശ്നമാണ്. അതേപോലെ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ദോസ് ഹു നോ ഹൗ ടു തിങ്ക് നീഡ് നോ ടീച്ചേഴ്സ്. നന്നായിട്ട് ചിന്തിക്കാൻ അറിയുന്ന ആൾക്കാർക്ക് അധ്യാപകരുടെ ആവശ്യമില്ല. നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞു, ഇമാജിനേഷൻ റൂൾസ് ദ വേൾഡ്. നമ്മളുടെ ഇമാജിനേഷൻ എന്താണ്? നമ്മളുടെ സങ്കല്പം എന്താണ്? നമ്മളെ കുറിച്ചിട്ടുള്ള ഇമേജ് എന്താണ്? ആ ഇമേജ് ലോകം കീഴടക്കാൻ പറ്റുമെന്നുള്ള ഇമേജുമായിട്ട് നടന്ന ഒരാളാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. അദ്ദേഹം ലോകം കീഴടക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ലോകം കീഴടക്കാൻ വേണ്ടിയിട്ട് രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോയി. മനസ്സിലാവുന്നുണ്ടോ? സോ മുഹമ്മദ് അലി എന്താ പറഞ്ഞിട്ടുള്ള? ബോക്സറാണ്. ദ മാൻ ഹു ഹാസ് നോ ഇമാജിനേഷൻ ഹാസ് നോ വിങ്സ്. നന്നായിട്ട് സങ്കല്പിക്കാനും സങ്കല്പത്തിന്റെ കഴിവ്, മനുഷ്യന്റെ മനസ്സിന്റെ ആ ഒരു ഇമാജിനേഷൻ കഴിവ്, വിഷ്വലൈസേഷൻ കഴിവ് ഉപയോഗിക്കാത്ത ഒരാൾക്ക് പറക്കാനുള്ള ചിറകുകളില്ല എന്നാ പറയുന്നത്. എന്താ നമ്മുടെ മനസ്സിന് പറ്റിയത്? നമ്മുടെ ചിറകാണ് നമ്മുടെ മനസ്സ്. ആ മനസ്സിന് ഒരുപാട് ട്രോമ അനുഭവിച്ചിട്ട് നമ്മൾ തളർന്നു പോയതാണ്. ഐൻസ്റ്റൈൻ എന്താ പറഞ്ഞത്? ദ ഹോൾ സയൻസ് ഈസ് നത്തിങ് ബട്ട് മോർ ദാൻ റിഫൈൻമെന്റ് ഓഫ് എവറിഡേ തിങ്കിങ്. ഈ ലോകത്ത് കണ്ടെത്തിയിട്ടുള്ള എല്ലാ സയന്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളെല്ലാം തുടർച്ചയായിട്ടുള്ള നല്ല ചിന്തകളിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മനസ്സിനുള്ളിൽ നമുക്ക് എന്തിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്? നമ്മുടെ മനസ്സിനുള്ളിൽ 36,000 മുതൽ 60,000 ചിന്തകൾ കടന്നു പോകുന്നുണ്ട്. ഈ ചിന്തയിലെ 80% നിങ്ങൾ എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് അത് നിങ്ങളായിത്തീരും. സോ അത് നിങ്ങൾ അത് കറക്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. അത് പഠിക്കണം. അതിന് മെഡിറ്റേഷൻ ചെയ്യണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം, റൈറ്റ് ചെയ്യണം, സംസാരിക്കണം, കാര്യങ്ങൾ ചെയ്യണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പഠിക്കണം. അത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ കാണുമ്പോൾ നിങ്ങളെ കൊണ്ട് സാധ്യമാണോ? നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുമോ? നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുമോ? നിങ്ങളുടെ ഡ്രീം ഹോം, ഡ്രീം കാറ്, ഡ്രീം ആയിട്ടുള്ള ആ ലക്ഷറിയസ് ലൈഫ്, നിങ്ങളുടെ ഡ്രീം ബോഡി, നിങ്ങളുടെ സ്വപ്നങ്ങള്, പ്രൊജക്റ്റുകള്, നിങ്ങളുടെ എന്താ പറയുക ലക്ഷ്യത്തിലേക്കുള്ള ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ, ഇതെല്ലാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നേടാൻ കഴിയണം. 90% എന്താണ്? മൈൻഡ് സെറ്റ് ആണ്. 10% മാത്രമേ ടെക്നിക്കുള്ളൂ. 10% മാത്രമേ ടെക്നിക്കുള്ളൂ. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ലൈഫിൽ നമ്മളുടെ പൊട്ടൻഷ്യൽ ഉണ്ട്. ഇതാണ് മെന്റൽ റിസോഴ്സസ് പൊട്ടൻഷ്യൽ എന്ന് പറയും. ഈ പൊട്ടൻഷ്യൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് മോശം ഇമേജ് ആണെങ്കിൽ ഈ പൊട്ടൻഷ്യൽ ഒന്നും പുറത്തു വരില്ല. ഞാൻ ഇവിടെ കാണിക്കുന്ന പൊട്ടൻഷ്യൽ അല്ല, മോട്ടിവേഷൻ ഉണ്ടാവില്ല. അത് നിങ്ങളുടെ പൊട്ടൻഷ്യലാണ്. നല്ല കോൺസെൻട്രേഷൻ കിട്ടണം. വിജയിക്കാൻ വേണ്ടി ആവശ്യമുള്ള കാര്യമാണ്. നല്ല കമ്മിറ്റ്മെന്റോട് കൂടി വർക്ക് ചെയ്യാൻ പറ്റണം. നല്ല വിൽ പവർ വേണം. നല്ല സെൽഫ് ഡിസിപ്ലിൻ വേണം. നല്ല ക്രിയേറ്റിവിറ്റി വേണം. നല്ല കോൺഫിഡൻസ് വേണം. നല്ല കറേജ് വേണം. നല്ല ഇമോഷണൽ മെച്യൂരിറ്റി വേണം. പീപ്പിൾ സ്കില്ല് വേണം. വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയും. ഇതെല്ലാം സ്കില്ലാണ്, പൊട്ടൻഷ്യലാണ്. മനുഷ്യനുള്ള ഉള്ളിലുള്ളതാണ്. ഇതെല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, പുറത്തെടുക്കാൻ പറ്റുന്നതാണ്. അഡാപ്റ്റബിലിറ്റി വേണം, മെച്യൂരിറ്റി വേണം, അപ്ലിഫ്റ്റിംഗ് ബിലീഫ് വേണം, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണം, ഗ്രോത്ത് മൈൻഡ് സെറ്റ് വേണം, ക്രിട്ടിക്കൽ തിങ്കിങ് വേണം, പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് വേണം, അനലിറ്റിക്കൽ തിങ്കിങ് വേണം, ഒബ്സർവേഷൻ സ്കില്ല് വേണം, വാല്യൂ എഡ്യൂക്കേഷൻ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നിങ്ങൾ വിജയിക്കുള്ളൂ. ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട്, ബ്ലോക്കായി കിടക്കുകയാണ്. അടുത്തത് എന്താണ്? അടുത്ത എന്തൊക്കെയാണ് വേണ്ടത്? ക്യൂരിയോസിറ്റി ആൻഡ് ലേണിംഗ്. കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് പഠിക്കാനുള്ള മനസ്സ് വേണം. നല്ല ക്യൂരിയോസിറ്റി വേണം. റിസോഴ്സ്ഫുൾനെസ്, ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരാശയം കൊണ്ടുവന്നിട്ട് പരിഹാരം കൊണ്ടുവന്നിട്ട് പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് മാറാനുള്ള സ്കില്ല് വേണം. ക്ഷമയുള്ള ടോളറൻസ് വേണം. പഠിക്കാനുള്ള വില്ലിങ്നെസ് വേണം. കോച്ചബിൾ ആയി മാറണം. ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് കോൺഷ്യസ് മൈൻഡ് കൊണ്ടാണ് പല ആൾക്കാരും ജീവിക്കുന്നത്. വേജാറിലാണ്, വിഷമത്തിലാണ്. ട്രോമ അനുഭവിക്കുന്ന ആൾക്കാരുടെ മൈൻഡ് എപ്പോഴും കോൺഷ്യസ് മൈൻഡ് ആക്ടിവേറ്റഡ് ആയിരിക്കും. അവർക്ക് 10% ശക്തി മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അവർക്ക് അത്ഭുതങ്ങൾ ബിൽഡ് ചെയ്യാൻ കഴിയില്ല.
ദൈവികമായിട്ടുള്ള ശക്തി ഉണ്ടാവില്ല. മാനസികമായ ശക്തി മാത്രമേ ഉണ്ടാവുള്ളൂ അവർക്ക്. ദൈവികമായിട്ടുള്ള ശക്തി ഉണ്ടാകും. നമ്മുടെ ലൈഫിൽ എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് ഒരുപാട് വലിയ പ്രോജക്റ്റുകളും കാര്യങ്ങളും ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. 90% ജീവിതത്തിലെ പവർ മൊത്തം കിടക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡിലാണ്. ആ മൈൻഡ് ഉപയോഗിക്കാൻ കഴിയണം. ആ മൈൻഡാണെന്ന് വെച്ചാൽ വീക്കായി കിടക്കുന്നത്. കാരണം ആ മൈൻഡിനുള്ളിലേക്ക് കയറിപ്പോയതെല്ലാം മോശം കാര്യങ്ങളാണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നല്ലത് ഇതൊക്കെ പഠിക്കാനുള്ളത്. അപ്പൊ ഇനി എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി? യെസ് ഓർ നോ? നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്? സോ വാട്ട് ഈസ് നെക്സ്റ്റ്? നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളുടെ മെന്റൽ സ്റ്റേറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്തെടുക്കണം. നിങ്ങളുടെ ഇമോഷണൽ ബ്ലോക്സ് റിമൂവ് ചെയ്യണം. സൈക്കോളജി പഠിക്കണം. 46 ലിമിറ്റ് ബിലീഫ് ഉണ്ട്, അത് ബ്രേക്ക് ചെയ്യാൻ പഠിക്കണം. അതിനുള്ള EFT ടൂൾ എന്താണ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള തെറാപ്പി പഠിക്കണം. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ ഓരോ ഏരിയാസിലും ഗോളുകൾ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. ചില ആൾക്കാരുടെ ലൈഫ് ആരോഗ്യം ശ്രദ്ധിക്കുമ്പോൾ ബിസിനസ് ഡൗൺ ആണ്, ബിസിനസ് ശ്രദ്ധിക്കുമ്പോൾ ആരോഗ്യം ഡൗൺ ആണ്, ഫാമിലി ലൈഫ് ഡൗൺ ആണ്. അല്ല, എല്ലാം കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് ഓരോ ഏരിയാസിലും ഗോളുകൾ സെറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതിലേക്ക്, ആ ഗോളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, ആക്ഷൻ പ്ലാൻസ്, സ്ട്രാറ്റജീസ് നമ്മൾ എന്ത് ചെയ്യണം? എഴുതി തയ്യാറാക്കണം, ബിൽഡ് ചെയ്യണം. ഇതെല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണെന്ത്? ഒരു കോഴ്സ് നമ്മൾ നടത്തുന്നുണ്ട്. ആ കോഴ്സാണ് EFT ലൈഫ് മാസ്റ്ററി കോഴ്സ്. ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ വരിക. കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു കോഴ്സ് കൊണ്ട് നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളുടെ ഒരു അഡിക്ഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടാപ്പിംഗ് ഉണ്ട്. ഒരു കഴിഞ്ഞ ബാച്ച് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ബാച്ചിൽ നമ്മൾ ഇന്നലെ നമ്മൾ എടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് അഡിക്ഷൻ കട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? 20-ലധികം വർഷത്തോളമായിട്ട് സ്മോക്കിംഗ് ഉണ്ടായിരുന്ന ഒരാള് ഇന്നലെ അയാളുടെ സ്മോക്കിംഗ് എന്ത് ചെയ്തു? 15 മിനിറ്റുള്ള ടാപ്പിംഗ് കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് ദാറ്റ് ഈസ് സോ പവർഫുൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഐ ആം എ സൂപ്പർ ഹീറോ. ഞാനെന്നുള്ളതല്ല, നമ്മുടെ ഈ ടീം മൊത്തം. മനസ്സിലാവുന്നുണ്ടോ? വി ക്യാൻ ഡു ഇറ്റ്. ഇത് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഉള്ളിലും സൂപ്പർ ഹീറോ ഉണ്ട്. നിങ്ങളുടെ ഉള്ളിലും ഉണ്ട് അപാരമായ കഴിവുള്ള ആൾ. ഞാൻ ഇനി എന്റെ സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ആരായിരുന്നു എന്നുള്ളത്, ഞാൻ എന്തായിരുന്നു എന്നുള്ളത്, ഞാൻ എന്തോരം വലിയ മൊയന്തായിരുന്നു എന്നുള്ളത് ഇല്ലല്ലോ, നിങ്ങൾക്ക് അറിയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരു പൊട്ടനായിരുന്നു. ഞാനൊരു ബിലോ ആവറേജ് പെർഫോമർ ആയിരുന്നു. എന്റെ ലൈഫ് എന്ന് പറയുന്നത് ഞാൻ വേണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്റെ ലൈഫ് എങ്ങനെ ചേഞ്ച് ആയി. കാരണം ഞാനിവിടെ പറയുന്നതൊക്കെ എന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ അഡിക്ഷൻ ഉള്ള ഒരാള് ഇന്നലെ ടാപ്പ് ചെയ്തിട്ട് എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ അഡിക്ഷൻ കംപ്ലീറ്റ്ലി മാറ്റിയെടുത്തു. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എന്റെ ഒരു സാധനം ഞാൻ ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യാ കാണിച്ചു തരാം. വിൽ ഷോ യു ഞാൻ ആരായിരുന്നു എന്നുള്ളത്. ഓക്കെ, ഐ വിൽ ഷോ യു. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്? യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനെന്താ വേണ്ടത്? വി ഹാവ് ടു നമുക്ക് എന്ത് വേണം? നമ്മളുടെ ലൈഫിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണോ, ആ ബുദ്ധിമുട്ടുകൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് മറികടക്കാൻ പറ്റണം. ഞാനിവിടെ കാണിക്കാം. എൻ്റെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ച സമയത്ത് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നത് ഇതായിരുന്നു ഞാൻ. കാണുന്നുണ്ടോ? 2011 ഇതാണ് ഞാൻ. ഒരു ഫ്രീക്ക് പയ്യൻ, ലക്ഷ്യബോധമില്ല, പർപ്പസ് ഇല്ല, 2 ലക്ഷം കടമുണ്ട്. 23-ാമത്തെ വയസ്സിൽ, 21, 22, 23 വയസ്സുകളിൽ ഞാൻ ഇതിന്റെ അവസ്ഥ ഇതാണ്. മുടിയൊക്കെ നീട്ടി വളർത്തി ഒരു സാമുറായി ബൈക്ക് എടുത്തിട്ട് അതിങ്ങനെ അതിന്റെ മുന്നത്തെ ടയറും പൊക്കിയിട്ട് എന്ത് ചെയ്യുക? നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ വെറുപ്പിച്ച് നടക്കുക. ആ വ്യക്തിയിൽ നിന്ന് പിന്നീട് ഞാൻ ഒരു 8 മാസത്തിന് ശേഷം ഐ ബിക്കെയിം ദിസ്. എനിക്കെന്താ സംഭവിച്ചത്? ടോട്ടലി രണ്ടാളാണോ അല്ലെ? പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഞാൻ എന്ത് ചെയ്തു? അറിവുള്ള ഒരാളായി, കഴിവുള്ള ഒരാളായി, ഒരുപാട് പേർക്ക് ക്ലാസ് എടുക്കുന്ന, ഗൈഡ് ചെയ്യുന്ന, കോച്ച് ചെയ്യുന്ന ഒരാളായി മാറി. ഇന്റർനാഷണൽ ലെവലിലുള്ള അമേരിക്കയിൽ നിന്ന് USA നിന്നുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, പഠിക്കാൻ പറ്റി, അവരെ മീറ്റ് ചെയ്യാൻ പറ്റി. ഇതാരാ? റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയിട്ടുള്ള ആളാണ്. നിങ്ങൾ അറിയേണ്ട ആളാണ്. ഈസ് എ മില്യനെയർ, ഈസ് എ ബില്യനെയർ. ഇത് ലോകത്തെ നമ്പർ 1 വെൽത്ത് കോച്ചാണ്. ഈസ് ആൾസോ അനദർ മില്യനെയർ. അങ്ങനെ പിന്നീട് ഞാൻ ഇവിടുന്നൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ച് എൻ്റെ ലൈഫെല്ലാം ചേഞ്ച് ആയി. ഞാൻ എന്ത് ചെയ്തു? 7 രാജ്യങ്ങളിൽ ട്രെയിനിങ് കൊടുത്തു. ദുബായിലെ ഇവന്റ് ആണിത്. എൻ്റെ ദുബായിലെ ടീമാണിത്. പിന്നീട് ഞാൻ ബുക്ക് എഴുതി. ഇതെന്റെ വിഷൻ ബോർഡാണ്. അന്ന് ഞാൻ എഴുതി വെച്ചിട്ടുള്ള എൻ്റെ വിഷൻ ബോർഡ്. ഇതിൽ പല കാര്യങ്ങളും ഈ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇതിനു മുൻപ് എൻ്റെ ഫസ്റ്റ് ജോബ് എന്തായിരുന്നു?
എൻ്റെ ജോബ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളേജ് പഠനം എനിക്ക് പൂർത്തിയാക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നില്ല. എൻ്റെ ഫാമിലിയിൽ ചെറിയൊരു കടയുണ്ടായിരുന്നു, ചെറിയൊരു ഷോപ്പ്, കൂൾ ബാർ. ആ കടയിൽ പച്ചക്കറി ഉണ്ട്, ബേക്കറി ഉണ്ട്, കൂൾ ബാർ ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം എടുത്തു കൊടുക്കാൻ ഒരാളും ഉണ്ട്. അവിടെ നിൽക്കുമ്പോൾ ഞാനാണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ കോളേജ് പഠനം മുടങ്ങിയിട്ട്. പക്ഷെ അവിടെ നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ലൈഫ് ഇങ്ങനെ ഇവിടെ ജ്യൂസ് അടിച്ചും ലൈം അടിച്ചും അവിൽ മിൽക്ക് അടിച്ചു കൊടുത്തും എൻ്റെ ലൈഫ് തീരും. പക്ഷെ എനിക്കത് ആവണ്ടായിരുന്നു. ഞാൻ കുഞ്ഞുനാളിൽ കഥകൾ വായിക്കുമായിരുന്നു, ഞാൻ സൂപ്പർ ഹീറോസിൽ വിശ്വസിക്കുമായിരുന്നു, ലൈഫ് ചേഞ്ച് സ്വപ്നം കാണുമായിരുന്നു. അവിടെ ഇരുന്നിട്ട് ഞാൻ ചിന്തിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മാക്സിമം ആകാൻ പോകുന്ന എൻ്റെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ഒരു കടക്കാരുണ്ട്. 1980 അയാൾ കട തുടങ്ങിയതാണ്, ബിസിനസ് തുടങ്ങിയതാണ്. അദ്ദേഹത്തെ പോലെ ഞാൻ ആയി മാറിയേക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് എനിക്കതാവണ്ട, എനിക്ക് ബെറ്റർ ആവണം എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എങ്ങനെയെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ ലൈഫ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ 2011 ആയപ്പോഴാണെന്ന് വെച്ചാൽ മൈൻഡിനെ കുറിച്ചുള്ള വിഷയത്തെക്കുറിച്ച് ഞാൻ പഠിക്കുന്നത്, അറിയുന്നു. അങ്ങനെ അറിഞ്ഞിട്ടാണ് എൻ്റെ ലൈഫ് എന്തായാലും ചേഞ്ച് ആകുന്നത്. അവിടുന്ന് എൻ്റെ ഗുരു പറഞ്ഞു തന്നിട്ടുള്ള ഒരൊറ്റ വാചകത്തിൽ ഞാൻ പിടിച്ചു നിന്നു. മനസ്സാണെല്ലാം. സീക്രട്ട് ഓഫ് ക്രിയേഷൻ എന്ന് അതിനെ പറയാം. ആ സീക്രട്ട് ഞാൻ പറഞ്ഞു തരണം നിങ്ങൾക്ക്. എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തുള്ള സീക്രട്ട് വേണോ? വേണമെങ്കിൽ കമന്റ് ചെയ്യും. മോർ, just comment down more. Okay, just comment down more. Just comment down more. Okay. Just comment down more. Are you enjoying the session? Yeah. Yes, sir. Yes, sir. Yes, sir. Yes, Is it really enjoyable? yes, sir. Yes. Yes. I'm really happy for you. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു തുടക്കം, ഒരു ടേണിംഗ് പോയിന്റ് ഞാൻ ഇട്ട് തരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല, എൻ്റെ ടീം മെമ്പേഴ്സ് എല്ലാവരും ഇതിന് സപ്പോർട്ടീവാണ്. അവരുടെ സപ്പോർട്ട് ഇല്ലാതെ ഇത് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. സോ നിങ്ങൾ ഇന്നത്തെ സെഷനിൽ നിന്ന് നിങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ, ഒരുപാട് അറിവ് കിട്ടി, നിങ്ങൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംശയമില്ല. അപ്പൊ ഈ ഷിഫ്റ്റ് ചെയ്തത് ഇവിടെ നിർത്തണം, ഈ പഠനം ഇവിടെ നിർത്തണോ, അതോ എൻ്റെ കൂടെ കൂടാൻ തയ്യാറാണോ? അങ്ങനെയാണ് ഞാൻ മാറ്റിത്തരാം. കാരണം എൻ്റെ ലൈഫ് ഞാൻ മാറിയതാ. എൻ്റെ ലൈഫ് മാറ്റിയത് മാത്രമല്ല, ഞാൻ വേറെയും ഒരുപാട് ആൾക്കാരുടെ ലൈഫ് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ലൈഫ് മാറിയത് മാത്രമല്ല, എൻ്റെ അടുത്തേക്ക് ഒരു മാഷ് വന്നിട്ട് ഇങ്ങനെ എന്നോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കണം, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ ഞാൻ എന്താ വെച്ചാൽ ലൈഫ് അങ്ങ് ചേഞ്ച് ചെയ്ത് കൊടുത്തു. അദ്ദേഹത്തിന് എന്താ വെച്ചാൽ ഇങ്ങനെ കുറച്ച് ക്ലാസ്സുകളൊക്കെ എടുക്കാൻ അറിയാം, പക്ഷെ എനിക്ക് ഒന്നും ആകാൻ കഴിയുന്നില്ല, എൻ്റെ ലൈഫ് എവിടെയും എത്തുന്നില്ല എന്ന് പറഞ്ഞു. ഈ സിറ്റുവേഷൻ വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ഞാൻ എൻ്റെ കൂടെ അങ്ങ് കൂടാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എൻ്റെ കൂടെ കൂടി കാര്യങ്ങൾ പഠിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ചെറിയൊരു സ്റ്റോറി ഞാൻ കാണിക്കട്ടെ? വേണോ? പറഞ്ഞോളൂ. യെസ്, വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാലാണ് ഞാൻ തരുള്ളൂ കേട്ടോ. കരയുന്ന കുഞ്ഞിനെ നമ്മളടുത്ത് പാലുള്ളൂ. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ സ്റ്റോറി ഞാൻ എന്ത് ചെയ്യാൻ കാണിക്കാം. ഓക്കെ, അദ്ദേഹം എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഇങ്ങനെയാണ്. ഒരു സാധാരണ ഒരു സ്കൂൾ അധ്യാപകൻ. അദ്ദേഹം വരുന്നു. അദ്ദേഹം വന്നിട്ട് എന്താ വെച്ചാൽ ഒരുപാട് സ്ട്രഗിൾസും ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്നു. ഓക്കെ, അദ്ദേഹത്തിന് വലിയൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണം, ബിസിനസ് ബിൽഡ് ചെയ്യണം, വലിയ രീതിയിൽ അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറണം. അങ്ങനെ അദ്ദേഹത്തെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കൂടെ കൂട്ടിയിട്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഞാൻ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു. നിങ്ങളെ പഠിപ്പിച്ചതുപോലുള്ള കുറെ കാര്യങ്ങളൊക്കെ, സംഗതികളൊക്കെ. യെസ്, അദ്ദേഹത്തെ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ലൈഫ് തന്നെ അങ്ങ് ചേഞ്ച് ചെയ്തു. എൻ്റെ അടുത്ത് വന്നതിന് ശേഷം അദ്ദേഹം ഒറ്റയടിക്ക് രൂപം മാറി എന്ന് മാത്രമല്ല, അദ്ദേഹം പിന്നീട് ഒരു 6 മാസം കഴിയുമ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച നിങ്ങൾ കാണാം. അത് ഞാനിവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. റെഡി അല്ലേ നിങ്ങൾ? ഓക്കെ, ഞാനിവിടെ ഒരു വീഡിയോ Yes, പ്ലേ sir. ചെയ്യും. യെസ്, സോ ഞാന് നിങ്ങൾക്കൊരു വീഡിയോ പ്ലേ ചെയ്യും. കാണാൻ പറ്റുന്നുണ്ടോ? Yes, sir. Yes, sir. ഓക്കെ, Yes, yes. കൂടെ തന്നെ ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം.
ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടോ പറയണേ? Yes, sir. അദ്ദേഹത്തെ ഒരു ലീഡറാക്കി മാറ്റി. അദ്ദേഹത്തെ ഒരു Let's welcome our EFT Guru, Mr. Rafi Charusheri. അദ്ദേഹം ഗവൺമെന്റ് ജോബ് രാജിവെച്ചിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയിൽ വലിയൊരു പബ്ലിക് സ്പീക്കർ എന്നുള്ള രീതിയിൽ ഒക്കെ മാറി. അദ്ദേഹം ഒരു ബുക്ക് എഴുതി. അദ്ദേഹം ആ വന്ന കാർ അദ്ദേഹം എന്നെ മീറ്റ് ചെയ്ത് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തതിനു ശേഷം വാങ്ങിയതാണ്. വീട് വെച്ചു, വീണ്ടും പുതിയ വീട്. ഇപ്പോഴും ഒരുപാട് മനസ്സിലാകുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു സ്റ്റോറിയാണ്. ഇനി നിങ്ങളാണ് പറയേണ്ടത് എന്താണ് ലൈഫിൽ നമുക്ക് വേണ്ടത്. ആസ്ക് മീ വാട്ട് യു വാണ്ട്, നമുക്കത് ബിൽഡ് ചെയ്തെടുക്കും. പക്ഷെ ഒരൊറ്റ കാര്യമാണ് പറയാനുള്ളത്, ഒറ്റ കാര്യമാണ് പറയാനുള്ളത്. എന്ത്? നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പോസിബിളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ ഒരു പയ്യനായിട്ട് നിന്നിരുന്ന ആ ഒരു കോൾ ബാറിൽ ഷോപ്പിൽ നിന്നിരുന്ന Would like to welcome the director and co-founder of And that is Hilja, me. Mr. Shafi Muhammad. വലിയൊരു ആഗ്രഹമായിരുന്നു മലയാളത്തിൽ. അപ്പോ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യണോ? ലെറ്റ്സ് ചേഞ്ച് യുവർ ലൈഫ്. ക്ലിയർ? നിങ്ങളുടെ ലൈഫ് എന്ത് ചെയ്യാം? നമുക്ക് ചേഞ്ച് ചെയ്യാം. റെഡിയാണോ? Yes, ready? sir. Yes, yes. Yes. Ready? Let's begin that. Yes, sir. Okay? Yes, sir. ആരംഭിക്കാം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്റെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ ഞാനും എന്റെ ടീമും നിങ്ങളെ ഏറ്റെടുക്കാം. നിങ്ങളുടെ ലൈഫ് നമുക്ക് ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളുടെ ലൈഫ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടും കൽപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഇറങ്ങിത്തിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ്, ആ റിച്ച് ലൈഫ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ എന്തായിക്കോട്ടെ, യാത്ര ചെയ്യണം. യാത്ര ചെയ്യാൻ പണം വേണം, അല്ലേ? പണം വേണം. ട്രാവൽ ചെയ്യണം. നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ നല്ല ക്വാളിറ്റി ലൈഫ്, ലക്ഷറി ലൈഫ് എൻജോയ് ചെയ്യണം. അത് നിങ്ങളുടെ ഈ ബ്രെയിൻ കൊണ്ട്, നിങ്ങളുടെ മൈൻഡ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ? ബിൽഡ് ചെയ്യാൻ പറ്റും. പണം ഉണ്ടാക്കും. അതേപോലെ തന്നെ ഒരുപാട് പൈസ ഉണ്ടാക്കണം. സമ്പത്ത് വേണം, സേവിങ്സ് വേണം. സമ്പത്ത് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണം. നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ലൈഫ് ജീവിക്കണം. ആരോഗ്യത്തോട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഐഡിയൽ ഫിറ്റ്നസ് ബിൽഡ് ചെയ്തെടുക്കണം. എക്സസൈസ് സ്ഥിരം ചെയ്യുന്ന, ശരീരം പ്രൊട്ടക്ട് ചെയ്യുന്ന, നല്ല ഹാപ്പി ഫാമിലി ബിൽഡ് ചെയ്ത്, നല്ലൊരു ഐഡിയൽ ഹോം ബിൽഡ് ചെയ്ത്, ഡ്രീം ഹോം, സ്വപ്നതുല്യമായ വീടുകൾ ബിൽഡ് ചെയ്ത്, ഡ്രീം കാറുകൾ സ്വന്തമാക്കി നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നതുല്യമായ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാം. ഈ പറഞ്ഞ സംഗതികളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിലവിലുള്ള ജോലിയിൽ നിന്ന് രാജിവെച്ച് അദ്ദേഹം ചെയ്ത പോലെ ബിസിനസ് തുടങ്ങണോ, വലിയ ബ്രാൻഡായിട്ട് മാറണോ? ആക്കാം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കണം. നമുക്കൊരു ടീം മെമ്പറായിട്ട് മാറാം. നല്ലൊരു ലക്ഷറിയസ് ലൈഫ് നമുക്ക് എന്ത് ചെയ്യാം? എടുക്കാം. ഒരു ലീഡറായിട്ട് മാറാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 42 ദിവസത്തെ ഓൺലൈൻ EFT പ്രോഗ്രാം ഉണ്ട്. ഇതിലേക്ക് വരിക. അതിൽ 3 പാർട്ടായിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. ഹീൽ യുവർ ട്രോമ. പാർട്ട് 2 എന്ന് പറയുന്നത് നിങ്ങളുടെ അഡിക്ഷൻസും വെൽത്ത് ബ്ലോക്കും റിമൂവ് ചെയ്യുക. പാർട്ട് 3 എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. ട്രോമയിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ അവരുടെ കുഴിയിൽ നിന്ന്, പ്രശ്നത്തിൽ നിന്ന് എടുത്തിട്ട് പുറത്തേക്ക് വെച്ചതിന് ശേഷം അവർക്ക് ഒരു ലൈഫ് പ്ലാൻ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഹീൽ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ? ആൻഡ് ടൂൾസ് ആൻഡ് ടെക്നിക്സ്.
ഇതിൽ നമ്മൾ എന്താ വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഗോൾ സെറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്, ലോങ് ടൈം ഗോൾ സെറ്റിംഗ് ഉണ്ട്, സെൽഫ് ഹിപ്നോട്ടിക് ടൂളുകൾ ഉണ്ട്, വിഷൻ ക്രിയേഷൻ ഉണ്ട്, സബ്ലിമിനൽ മെസ്സേജിംഗ് ഉണ്ട്, എഫിഷ്യൻസി ടൂൾ ഉണ്ട്. അതേപോലെ ഇതിന്റെ ആക്ച്വൽ കോഴ്സ് ഫീ എന്ന് പറയുന്നത് 12 ദിവസത്തെ ക്ലാസ് ആണ്. കോഴ്സ് ഫീ എന്ന് പറയുന്നത് 25,000 രൂപയാണ്. പക്ഷെ ഓഫർ പ്രൈസ് നമ്മൾ കൊടുക്കുന്നത് 12,000 രൂപയ്ക്കാണ്. ഇന്നത്തെ ഓഫർ, ഇന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 10,000 റുപ്പീസിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അടുത്ത ബാച്ച് വരാൻ പോകുന്നുണ്ട്. പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം, സീറ്റ് ബുക്ക് ചെയ്യാം. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പേയ്മെന്റിന്റെ നമ്പർ ഡീറ്റെയിൽസ് ഒന്ന് കൊടുക്കൂ. ഗൂഗിൾ പേ ചെയ്യാനുള്ള നമ്പർ ഉണ്ട്, ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ പേ ചെയ്യാം. അതിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ലോഗിൻ ചെയ്തിട്ട് ഉടൻ തന്നെ നിങ്ങളുടെ ആ ഒരു ഓഫർ സ്വന്തമാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ UPI നിങ്ങൾക്ക് ഇവിടെ ഇതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പേ ചെയ്യാൻ പറ്റും. 10,000 റുപ്പീസ് ആണ് നമ്മുടെ പ്രോഗ്രാമിന്റെ ഫീ വരുന്നത്. പ്രോഗ്രാം നടക്കുന്നത്, പ്രോഗ്രാമിന്റെ ഡേറ്റ് എന്താണ് എന്ന് പറയാവോ? ടീം മെമ്പേഴ്സ് പ്ലീസ് ഹെൽപ്പ് മീ ഹിയർ. ഓക്കെ, ഈ വരുന്ന 17-ാം തീയതി. ഈ വരുന്ന മാസം 17-ാം തീയതിയാണ്. ഇനി ആകെ എത്ര ദിവസം ഉള്ളൂ? നമുക്ക് 10 ദിവസം തികച്ചില്ല. സോ നിങ്ങളുടെ ലൈഫ് ഇനിയുള്ള 10 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണോ? യെസ്, വി ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെന്താ വേണ്ടത്? അതിന് നമ്മളുടെ ലൈഫ് എന്ന് വെച്ചാൽ, സോ ക്ലാസ്സിന്റെ ടൈം എപ്പോഴാണ്? എല്ലാ ദിവസവും ഇതേ സമയമാണ്. വൈകുന്നേരം 7:30 മുതൽ 9:30 വരെ നമ്മുടെ സെഷൻ ഉണ്ടാകും. ആ ഒരു 2 മണിക്കൂർ ടൈമിനുള്ളിൽ നിങ്ങളുടെ ലൈഫ് ഓരോരുത്തരുടെയും ഇഷ്യൂസ് കേട്ട് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്തിട്ട് മുന്നോട്ട്. ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്ക് ബുക്ക് നൽകും. ഓരോ പഠിപ്പിക്കുന്ന കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് 1-to-1 ആയിട്ട് നിങ്ങൾക്ക് ഇരുന്ന് മനസ്സിലാക്കി തരും. നിങ്ങൾക്കൊരു ട്രെയിനറെ തരും, ഒരു ഹീലറെ തരും, ഒരു മെന്ററെ തരും. അവർ നിങ്ങൾ എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് ഹീൽ ചെയ്ത് ഗൈഡ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് നോർമലി ഓൺലൈൻ അറ്റൻഡ് ചെയ്യുന്ന കോഴ്സ് പോലെയല്ല. എല്ലാ ഓൺലൈൻ കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലും 5% ആൾക്കാരെ അത് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. എന്നാൽ നമ്മുടെ കോഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെന്ററെ തരുന്നത് കൊണ്ട് അവർ നിങ്ങളെ നിരന്തരം ഈ 42 ദിവസം വിളിച്ച് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത്, നിങ്ങൾ ഡൗൺ ആവുകയാണെങ്കിൽ വീണ്ടും വീണ്ടും വിളിച്ച് നിങ്ങളെ നന്നാക്കിയേ അടങ്ങും. അങ്ങനെ ഒരു രീതിയിൽ നിങ്ങളെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ പ്രോബ്ലംസ് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, കെയർ ചെയ്ത് നിൽക്കുന്ന ടീം മെമ്പേഴ്സ് ആണ്. അപ്പം അതിലേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. എനിക്കിവിടെ ഒരാളെയും കൂടെ വിളിക്കാനുണ്ട്. ഐ വാണ്ട് ടു കോൾ ജാസ്മിൻ. ആർ യു ദേർ? ജാസ്മിൻ, ജാസ്മിൻ. ഹലോ, ഹലോ, ഹായ് ജാസ്മിൻ. കേൾക്കാമോ സാർ? കേൾക്കാം, പറയാവോ? ഒന്ന് വീഡിയോയിൽ വരാവോ, ബുദ്ധിമുട്ടില്ലെങ്കിൽ? സോറി സാർ, എനിക്ക് വീഡിയോ വരാൻ പറ്റില്ല. കുഴപ്പമില്ല. ഓക്കെ, ജാസ്മിൻ റഫീഖ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി നമ്മളുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അവരുടെ ഈ ഒരു EFT ട്രോമ, ഞാൻ ഈ പറഞ്ഞ 42 ദിവസത്തെ കോഴ്സ് ഇത് അറ്റൻഡ് ചെയ്തിട്ടുള്ള ബിന്ദു മാമിന്റെ കേട്ടല്ലോ, അവരുടെ ഒരു എക്സ്പീരിയൻസ് നമുക്കൊന്ന് കേട്ട് നോക്കാം. ജാസ്മിൻ മാം, എന്താണ് നിങ്ങളുടെ കോഴ്സിന് മുൻപുള്ള നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരുന്നു, ഒന്ന് പറയാമോ? എനിക്ക് അതിന് മുന്നേ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ ആയിരുന്നു. നമ്മൾ EFT ചെയ്യുന്നതിന് മുമ്പ് പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ആ സംഭവമേ ഇല്ല. ദേഷ്യം വന്നാൽ പോലും എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് എനിക്ക് എന്നെ മനസ്സിലാക്കാൻ തുടങ്ങി. ഞാൻ എന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലുക്ക് ഇൻ സൈഡ് എന്ന് പറയാം, അത് തന്നെ. എനിക്കാണ് മാറ്റം വേണ്ടതെന്ന് മനസ്സിലാക്കാൻ ഇതിന് വന്നതിന് ശേഷമാണ് എനിക്ക് കഴിഞ്ഞത്. അപ്പൊ പല കാര്യങ്ങളിലും ഇവിടെ ഹസ്ബൻഡും ഞാൻ തമ്മിലാണ് എപ്പോഴും കച്ചടയൊക്കെ കൂടും. ഇപ്പം പക്ഷെ അങ്ങനല്ല. എപ്പോഴും അദ്ദേഹം മാറണം എന്നായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനല്ല, എനിക്കാണ് മാറ്റം വേണ്ടതെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലായി. അങ്ങനെ ഓരോ ട്രോമാസും ഹീൽ ചെയ്തു അല്ലേ? ഞാനിപ്പോ കേറിയിട്ട് ജൂണില് തോന്നുന്നു ജോയിൻ ചെയ്ത്. പക്ഷെ ഇപ്പൊ ഈ ആഗസ്റ്റ് ഓക്കെ, ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ പ്ലീസ്? ഓക്കെ, ജാസ്മിൻ പറഞ്ഞോളൂ. അപ്പൊ ഈ ഒരു ടൈം കൊണ്ട് തന്നെ എനിക്ക് കുറെ വെച്ചാൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫാമിലി ലൈഫിലാണെങ്കിലും ഞങ്ങൾ അല്ലാതെ ഫിനാൻഷ്യലി എല്ലാം കൊണ്ടും നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഒരു പ്രാവശ്യമെങ്കിലും ഇത് ലൈഫിൽ ഇത് ചെയ്തിരിക്കണം. എന്നുവെച്ചാൽ അത്ര മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും. അത് 100% ഗ്യാരണ്ടിയാണ്. ഓൾറൈറ്റ്, ഇനിയിപ്പോ എന്താ പറയാനുള്ളത്? നോക്കി നിൽക്കേണ്ട, നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ലൈഫിന്റെ, നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് പറഞ്ഞോളൂ. സാർ, ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഞാനിത് ഒരു തവണ ചെയ്തതായിരുന്നു 2 വർഷം മുമ്പ്. അപ്പൊ ചെയ്ത സമയത്ത് എനിക്ക് പ്രാക്ടീസ് ഉള്ള സമയത്ത് റിസൾട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാനിത് എടുത്ത് കളഞ്ഞ് ഞാൻ പിന്നെ വേറെ ഇതിലങ്ങ് പോയി. പക്ഷെ ഇപ്പൊ വീണ്ടും ഞാനിത് പ്രാക്ടീസ് ചെയ്തപ്പോ തന്നെയാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത്. അതിൽ ഒരു സംശയമില്ല. നമുക്ക് ഇതിൽ വിശ്വാസവും വേണം. വിശ്വാസം എന്ന് വെച്ചാൽ നമുക്കിത് ഇതിലെന്തോ ഒരു കാര്യം ഉണ്ടെന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ, നമുക്ക് മാറാൻ പറ്റും, നമുക്ക് മാറ്റം ഉണ്ടാവും എന്നുള്ള അതും വിശ്വസിച്ച് ഞാൻ ഈ പ്രാക്ടീസ് ഡെയിലി എനിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കും. അപ്പൊ എനിക്ക് റിസൾട്ട് അത് വന്നുകൊണ്ടിരിക്കുള്ളൂ. ഫോർഗീവ്നെസ് ആണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. നമ്മുടെ ടീമിന്റെ സപ്പോർട്ട് എങ്ങനെയുണ്ട്? എനിക്ക് ഹാജിറ മാം ആണ് എന്റെ PCA
പക്ഷെ പുള്ളിക്കാരി ഭയങ്കരമാണ്, ഒരു മാലാഖി എന്നൊക്കെ പറയണമല്ലോ, അത്രയാണ്. കാരണം എനിക്ക് ഞാൻ ഡൗൺ ആവുന്ന സമയത്തൊക്കെ മാമാണ് എനിക്ക് മാമിനെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് തന്നെ ആയിരുന്നു. എനിക്ക് അത്ര പുള്ളിക്കാരി എന്റെ കൂടെ നമ്മളൊരു ആരൊക്കെയോ ആണെന്നുള്ള ഒരു ഇതാ. എനിക്ക് എപ്പോ വേണേലും മെസ്സേജ് ഇട്ടാ എനിക്ക് അപ്പൊ തന്നെ വിളിക്കണോന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കും. എന്തിനും ഓക്കെ കൂടെ ഉണ്ട്. അത് മാം മാത്രമല്ല, എല്ലാവരും കേട്ടോ, ഈ ടീമിലുള്ള എല്ലാവർക്കും അങ്ങനെ തന്നെ. ഓക്കെ ഐ എം സോ ഹാപ്പി, ഐ എം സോ ഗ്ലാഡ്. അപ്പം ജാസ്മിൻ മാം, നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നതും ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് താങ്ക് യു സോ മച്ച്. അപ്പൊ കേട്ടല്ലോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് എത്തിയതിന്, ഈ ക്ലാസ് കേൾക്കാൻ, ഇവരുടെയൊക്കെ ഫീഡ്ബാക്ക് കേൾക്കാൻ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ സംഗതികൾ, അറിവുകളൊക്കെ നിങ്ങളിലേക്ക് എത്താൻ ഒരു കാരണമുണ്ട്. ആ കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം, ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഇത്രയും നല്ല അറിവിലേക്ക് എത്തണം എന്നുള്ള നന്മയുള്ള ഒരു സംഗതിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനൊരു അടയാളമാണ്. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? അടയാളം. ലൈഫിൽ നമുക്ക് നമ്മുടെ ലൈഫ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ചില അടയാളങ്ങൾ നമുക്ക് എന്ത് ചെയ്യും? യൂണിവേഴ്സ് കാണിച്ചു തരും, പ്രപഞ്ചം കാണിച്ചു തരും, പ്രകൃതി കാണിച്ചു തരും. അപ്പൊ ആ ഒരു എന്താ പറയുക, നമ്മൾ അത് കാണുമ്പോൾ നമ്മൾ അത് ട്രസ്റ്റ് ചെയ്യുക. ഇത് എന്നെ ലൈഫ് ചേഞ്ച് ചെയ്യും, ഈ വ്യക്തി അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഈ പ്രോഗ്രാം, ഈ ഒരു കോഴ്സ്, ഈ ഒരു വ്യക്തികൾ എന്നെ ചേഞ്ച് ചെയ്യാനുള്ളതാണ് എന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒരു തോന്നലുണ്ടോ? എങ്കിൽ ആ തോന്നൽ എന്ത് ചെയ്യണം? ഉടനെ തീരുമാനം എടുക്കണം, ട്രസ്റ്റ് ചെയ്യണം. ട്രസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? രണ്ടും കൽപ്പിച്ചിട്ട് എന്ത് ചെയ്യുക? പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക, പ്രോഗ്രാമിലേക്ക് വരിക, വന്നിട്ട് എന്ത് ചെയ്യുക? നമ്മളുടെ ഹെൽപ്പ് നിങ്ങൾ നേടിയെടുക്കുക, നിങ്ങളുടെ ലൈഫ് എന്ത് ചെയ്യുക? കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുക, ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറട്ടെ. ഇപ്പൊ ജാസ്മിൻ മാമിനെ സംബന്ധിച്ചിടത്തോളം ട്രെയിനിങ് പോയിന്റാണ്, ബിന്ദു മാമിനെ സംബന്ധിച്ചിടത്തോളം ട്രെയിനിങ് പോയിന്റ്. ഇങ്ങനത്തെ ആയിരക്കണക്കിന് ആൾക്കാർ, 10,000-കണക്കിന് ആൾക്കാർ നമ്മൾ ഞാൻ ഈ 15 വർഷത്തിനിടയിൽ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, കോച്ച് ചെയ്തിട്ടുണ്ട്, ഗൈഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എത്ര ഡേയ്സ് കൊണ്ടാണ് മാറ്റം ഉണ്ടാകുന്നത്? ഡേയ്സ്, ചില ട്രോമാസ് എന്താ വെച്ചാൽ വിത്തിൻ മിനിറ്റ്സ് ആണ്, മിനിറ്റ്സ് കൊണ്ട് മാറ്റം ഉണ്ടാകും. നിമിഷങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, എന്റെ 40 മിനിറ്റ് കൊണ്ട് എന്റെ മാറ്റം ഉണ്ടായി. ചില ട്രോമാസ് എന്താ വെച്ചാൽ നമുക്ക്, അപ്പം നിങ്ങളുടെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് മിനിറ്റ്സിനുള്ളിൽ ഷിഫ്റ്റിംഗ് നടക്കും. ഓക്കെ, കാരണം ആ ട്രോമ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ക്വിക്ക് റിസൾട്ടാണ്, അപ്പൊ തന്നെ റിസൾട്ട് കിട്ടും. കാരണം നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ചോദിച്ചു നോക്കൂ, ജാസ്മിൻ മാമിനോട് ചോദിച്ചു നോക്കൂ, അല്ലെ? പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ റിസൾട്ട് കിട്ടുമോ ഇല്ലയോ? ജാസ്മിൻ മാം പറയോ? ഉറപ്പായിട്ട് കിട്ടും. ഉറപ്പായിട്ട് കിട്ടും. ബിന്ദു മാമിന് എന്താ പറയുള്ളത്? എതിരഭിപ്രായം ഉണ്ടോ? അതെ സാറേ, ഉറപ്പായും കിട്ടും. അതെ, പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു ഇതാണ് EFT. അതെ, പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു ടൂൾ. ഞാൻ പറഞ്ഞില്ലേ, 40 മിനിറ്റ് കൊണ്ടാണ് എനിക്ക് 20 വർഷമായിട്ടുണ്ടായിരുന്ന അസിഡിറ്റി പോയത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ ക്വിക്ക് റിസൾട്ട് ആണ്, പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അതേപോലെ തന്നെ അതാണ്, അതായത് മറ്റുള്ള ഞാൻ മൈൻഡ് പവറും മെഡിറ്റേഷനും സംഗതികളൊക്കെ പഠിപ്പിച്ചത്, പക്ഷെ അതിനെക്കാട്ടിലും പവർഫുൾ ആണ് EFT. EFTയുടെ ഈ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ 90 ദിവസം പ്രാക്ടീസ് ചെയ്യണം, നമ്മൾ ഒരുപാട് കാലം പ്രാക്ടീസ് ചെയ്യണം. അതല്ല EFT എന്ന് പറയുന്നത്, ഇപ്പം ഒരു പ്രശ്നം എടുക്കുക, ടാപ്പ് ചെയ്യുക, ആ പ്രശ്നം ക്ലിയർ ചെയ്യുക. അടുത്ത പ്രശ്നം എടുക്കുക, ടാപ്പ് ചെയ്യുക, ആ പ്രശ്നം ക്ലിയർ ചെയ്യുക. അടുത്ത പ്രശ്നം എടുക്കുക, ടാപ്പ് ചെയ്യുക, ആ പ്രശ്നം ക്ലിയർ ചെയ്യുക. നിങ്ങൾക്ക് എത്ര പ്രശ്നമുണ്ട്? 3000-ഓളം പ്രശ്നം ഉണ്ടെന്നല്ലേ, ട്രോമാസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 3000-ഓളം ട്രോമാസ് ഒരുമിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, 1 by 1 ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതിൽ കോർ ട്രോമാസ് ഉണ്ട്, അത് 30 ഉള്ളത്. അത് നിങ്ങൾ ഹീൽ ചെയ്താൽ തന്നെ നിങ്ങളുടെ ലൈഫ് ഒറ്റയടിക്ക് നിങ്ങൾ കയ്യിലേക്ക് തിരിച്ചു വരും. ക്ലിയർ ആണോ? കൺട്രോൾ തിരിച്ചു വരും. ലൈഫിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കണം. അതുകൊണ്ട് ഇനി മറക്കരുത്, നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ പ്രോഗ്രാമിലേക്ക് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക? വരിക, വന്നിട്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ആ ഒരു എന്താ പറയുക കൈൻഡ് ഓഫ് രീതിയിൽ അപ്പം ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലേ, വാട്ട് അബൌട്ട് ഹെൽത്ത് പാനിക് അറ്റാക്ക് സർ, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ഹീൽ? പാനിക് അറ്റാക്ക് ഒക്കെ നിങ്ങളുടെ ബോഡി കാം അല്ലാത്തതുകൊണ്ടാണ്, ട്രോമ അനുഭവിച്ചത് കൊണ്ടാണ്. നിങ്ങളുടെ ബോഡിയിലെ നെർവസ് സിസ്റ്റം കാമാക്കാൻ നമുക്ക് ഹീൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ബോഡി എന്ത് ചെയ്യും? കാമായിട്ടുള്ള അവസ്ഥയിലേക്ക് വരും. അതൊക്കെ മാറും, പാനിക് അറ്റാക്ക് ഒക്കെ മാറും. ഒരുപാട് സമയം എടുക്കില്ല, വിത്തിൻ ഫ്യൂ വീക്സിനുള്ളിൽ, ചില കേസുകൾ എന്താ വെച്ചാൽ വിത്തിൻ ഫ്യൂ ഡേയ്സിനുള്ളിൽ മാറും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വന്ന് ചെയ്യൂ. ഇത്രയും ആൾക്കാർ എക്സ്പീരിയൻസ് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വർക്ക് ചെയ്യുന്ന, നിങ്ങൾ വരുന്ന ടീം എന്ന് പറയുന്ന ചെറിയ ടീമല്ല. 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ബിസിനസ് ആണോ എന്തായിക്കോട്ടെ, ഏത് ലെവലിലും നിങ്ങളുടെ ഷിഫ്റ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ് നമ്മൾ. മനസ്സിലാകുന്നുണ്ടോ? ഞാനിപ്പോ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ഞാനൊരു ഇതിനു വേണ്ടി പറയുകയല്ല. എൻ്റെ ഒരു ക്ലയന്റ് ഉണ്ട്. ആ ക്ലയന്റ് എന്ന് പറയുന്നത് ഒരു മില്യനെയർ ആണ്. അദ്ദേഹത്തിന് സൗദിയിൽ ബിസിനസ് ഉണ്ട്. വേറൊരു ക്ലയന്റ് ഉണ്ട്, ഈസ് ആൾസോ എ മില്യനെയർ, ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരാളാണ്, മില്യനെയറാണ്. അദ്ദേഹം യൂറോപ്പിൽ, അദ്ദേഹത്തിന് 300 UK ബേസ് ചെയ്തിട്ട് ബിസിനസ് ആണ്. 8 രാജ്യങ്ങളിൽ യൂറോപ്പിൽ ബിസിനസ് ഉണ്ട്. അദ്ദേഹം നമ്മളുടെ അടുത്ത് അഡ്വൈസ് എടുക്കുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്, കോച്ചിങ് എടുക്കുന്നുണ്ട്, ഹീലിംഗ് എടുക്കുന്നുണ്ട്. എനിക്ക് നിങ്ങൾ മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്. സോ ദീസ് കൈൻഡ് ഓഫ്, അപ്പൊ ഒരു സംശയം വേണ്ട, ജോയിൻ ചെയ്യാൻ റിസൾട്ട് ഉറപ്പാണ്. ജാസ്മിൻ റഫീഖ് പറയുന്നു, നിങ്ങളുടെ ക്യാഷ് ഒരിക്കലും പോവില്ല. ഫിയർ ഫോർ എവറിത്തിങ്, വിഷമിക്കേണ്ട ആവശ്യമില്ല. ജിസ്ലി പ്രോഗ്രാമിലേക്ക് വരൂ. നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് വന്നിരിക്കുന്നത്, കറക്റ്റ് സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇവിടെ വരിക, നമ്മുടെ കൂടെ വരിക, വർക്ക് ചെയ്യുക, ട്രസ്റ്റ് ചെയ്യുക, നമ്മുടെ കൂടെ പഠിക്കുക, മനസ്സിലാക്കുക, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുക കേട്ടോ. ഇത് പറയുമ്പോൾ ചില ആൾക്കാർ ചിന്തിക്കുന്നു വെച്ചാൽ, ഓക്കെ
ഓക്കെ. ഒരിക്കലും നിങ്ങൾ എന്താ വെച്ചാൽ ഫ്രീ ആയിട്ടുള്ള ഈ പ്രോഗ്രാമുകളോ കാര്യങ്ങളോ സംഗതികളോ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഫ്രീ ആയിട്ടുള്ള ആ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യുന്നു, വേറൊരു വെബിനാർ അറ്റൻഡ് ചെയ്യുന്നു, വേറെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, യൂട്യൂബിൽ നിന്ന് പഠിക്കാം, ഇതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. അത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള നോളജ് അല്ല. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവണം, നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള നോളജ് വേണം. ആദ്യം എന്ത് പഠിക്കണം, പിന്നെന്ത് പഠിക്കണം, പിന്നെന്ത് പഠിക്കണം, പിന്നെന്ത് പഠിക്കണം, 1 by 1 ആയിട്ട് ഡെപ്തിൽ പഠിക്കണം, സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കണം. പ്ലസ് നിങ്ങൾക്ക് ഡീപ്പ് നോളജ് ആവേണ്ടത് പെരിഫറൽ നോളജ് അല്ല. അവിടുന്ന് ഇവിടുന്ന് കിട്ടിയിട്ടുള്ള മുകളിലൂടെയുള്ള നോളജ് കൊണ്ട് ലൈഫ് ചേഞ്ച് ആവില്ല. ഇന്നിപ്പോ ഇവിടെ തന്നിരിക്കുന്ന കുറച്ച് നോളജ് തന്നിട്ട് ഇൻട്രൊഡക്ഷൻ മാത്രമാണ്, പക്ഷെ അത് താഴത്തേക്ക് കംപ്ലീറ്റ്ലി ഇറങ്ങിയിട്ടില്ല. ഇതിന്റെ എങ്ങനെ ഓരോരോ സ്റ്റെപ്പുകൾ എന്താണ്. ആദ്യത്തെ 4 ദിവസം തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി നിങ്ങളെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക, മെന്റലി നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യത്തെ 4 ദിവസത്തെ ക്ലാസ് അവയർനെസ് എന്ന് പറയും. ആ അവയർനെസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു EFT പ്രോഗ്രാമാണ് നമ്മുടെ പ്രോഗ്രാം. AEFT ആണ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവയർനെസ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 5ാമത്തെ ദിവസമാണ് നമ്മൾ തെറാപ്പിയിലേക്ക് കിടക്കുന്നത്. ആ തെറാപ്പി കഴിഞ്ഞതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യും, ഓരോ ഇഷ്യൂസും എടുത്തിട്ട് ഹീൽ ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ പിന്നീട് എന്ത് ചെയ്യും, അഡിക്ഷനിലേക്ക് പോകും. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം വെൽത്ത് ബ്ലോക്ക്, ഇങ്ങനെ സംഗതികൾ, മറ്റുള്ള റിലേഷൻഷിപ്പ് ബ്ലോക്സ്, ഇത്തരത്തിലുള്ള സംഗതികളിലേക്ക് പോകും. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ പോകുന്നത് എവിടെയാണ്, കംപ്ലീറ്റ്ലി നമ്മൾ പോകുന്നത് എനർജി മെഡിസിൻ എന്ന് പറയുന്ന ഡെപ്ത് ആയിട്ടുള്ള വിഷയത്തിലേക്ക് പോകും. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ലൈഫ് പ്ലാൻ ക്രിയേഷനിലേക്ക് പോകുന്നതും ഗോൾ സെറ്റിംഗിലേക്കും അത് അച്ചീവ് ചെയ്യാനുള്ള സ്ട്രാറ്റജികളും ടൂൾസുകളിലേക്ക് പോകുന്നത്. സോ ഇറ്റ്സ് എ വെരി വെൽ സ്ട്രക്ചേർഡ് പ്രോഗ്രാം ആൻഡ് വി ഡിസൈൻ ദിസ് പ്രോഗ്രാം ടു ചേഞ്ച് യുവർ ലൈഫ് കംപ്ലീറ്റ്ലി. ഇതിനൊക്കെ പുറമെയാണ് എന്ത് ചെയ്യുന്നത്, 30 ദിവസത്തെ ഫോളോ അപ്പ് നമ്മൾ നൽകുന്നത്. 30 ദിവസം നിങ്ങൾക്ക് ഒരാളെ നിങ്ങളുടെ കൈ പിടിച്ച്, കാരണം പുതിയ ഒരാളാ തീരുമാനിച്ചു, ഈ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തു, പുതിയ കുറെ തീരുമാനങ്ങൾ എടുത്തു, ഇനി മുന്നോട്ട് പോകണമല്ലോ. അപ്പൊ പഴയ ആളുണ്ടല്ലോ അല്ലെ, ആ പഴയ ആളിൽ നിന്നുള്ള പുതിയ ആളിലേക്കുള്ള ട്രാൻസിഷൻ ഉണ്ട്, ആ യാത്രയുണ്ട്. ആ യാത്ര ശരിക്കും കൈപിടിച്ചു കൊണ്ടുപോകേണ്ട കേസാണ്. അതിനാണ് നിങ്ങൾക്ക് ഒരാളെ ഹീലറായിട്ട് നിങ്ങളുടെ കൂടെ തരുന്നത്. ആ ഹീലർ നിങ്ങളുടെ കാര്യങ്ങൾ കേട്ട് നിങ്ങളെ മെന്റർ ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് ഗൈഡ് ചെയ്ത് നിങ്ങളുടെ ഓരോ ഇഷ്യൂസും 1 to 1 എടുത്തിട്ട് നിങ്ങളെ മാത്രം, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ അത് മുഴുവൻ തുറന്നു പറഞ്ഞ് അവരോട് മനസ്സ് തുറന്നു പറഞ്ഞ്, ഇനി തുറന്ന് പറയാതെയും നിങ്ങൾക്ക് ഹീൽ ചെയ്യാം. അതാണ് EFTയുടെ പ്രത്യേകത. തുറന്ന് പറയണം. നിങ്ങൾക്ക് കേൾക്കാൻ ഒരാൾ വേണമെങ്കിൽ ആ കേൾക്കാനുള്ള ഒരാളോട് കൂടിയിട്ട് വളരെ സ്നേഹത്തോടെ കമ്പാഷനേറ്റ് ആയിട്ട് നിങ്ങളെ ഹീൽ ചെയ്ത് പതുക്കെ ഒരു കുഞ്ഞു കുട്ടിയെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന പോലെ, ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്ന പോലെ, പുതിയ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. ലെറ്റ്സ് ഡു ദാറ്റ് ബ്യൂട്ടിഫുള്ളി. ഇറ്റ്സ് എൻ അമേസിംഗ് വർക്ക് വി ആർ ഡൂയിങ് ആൻഡ് വി റിയലി പ്രൗഡ് ഓഫ് വട്ട് വി ആർ ഡൂയിങ്. ഞങ്ങളുടെ മിഷൻ എന്ന് പറയുന്നത് 1 ലക്ഷം ആൾക്കാരെ ട്രാൻസ്ഫോം ചെയ്യണം എന്നുള്ളതാണ് ആദ്യഘട്ടം. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളുമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ദർ ആർ മെനി തിങ്സ് വി ആർ ഡൂയിങ് ആൻഡ് വി ആർ എൻ അമേസിംഗ് ടീം. നിങ്ങൾക്ക് ഇവിടെ വരാം, നമ്മുടെ കൂടെ പഠിക്കാം, മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാം. പാനിക് അറ്റാക്ക്, ഫിയർ സംടൈംസ് ഉണ്ട്. I can manage 50+ students at a time, but I can't face at least 2 parents in my students. Okay, പാരന്റ്സിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഡോണ്ട് വറി മാം, നിങ്ങളുടെ ഇഷ്യൂ, മാം ആണോ എനിക്ക് അറിയില്ല, പേര് കാണുന്നില്ല, നിങ്ങളുടെ ഇഷ്യൂ എന്താണെങ്കിലും ടീച്ചർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് അത് മറികടക്കാനുള്ള എല്ലാ സ്ട്രെങ്ത്തും മെന്റൽ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ബിൽഡ് ചെയ്യാം. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാം. യു ക്യാൻ ബിക്കം എ ടോട്ടലി ന്യൂ പവർഫുൾ പേഴ്സൺ. നിങ്ങളുടെ വീക്കായ അവസ്ഥയെ നമുക്ക് എന്ത് തിരിച്ചു കൊണ്ടുവരാം. അതിന് നിങ്ങൾക്ക് പോസിബിൾ ആണ്, നമുക്കത് ചെയ്യാം. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളോട് പറയേണ്ടത് ഇറ്റ്സ് ഓക്കെ. ഇനി ആർക്കെങ്കിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ 17-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ കണ്ടിന്യൂസ്ലി എല്ലാ ദിവസവും 3 തവണ നിങ്ങൾ ഈ പ്രോഗ്രാമിൽ ഇരിക്കുന്നതായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക, കാണുക. കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചിന്തകൾ മൊത്തം മാറും. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങും. ചേഞ്ച് അനുഭവിക്കാൻ തുടങ്ങും. അനുഭവിച്ച് നിങ്ങളുടെ എനർജി ചേഞ്ച് ആകും, നിങ്ങളുടെ തോട്ട്സ് ചേഞ്ച് ആകും. പണം വരാനുള്ള വഴികൾ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. ആ വഴികൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും. കാരണം നിങ്ങളുടെ എനർജി ചേഞ്ച് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകും. കാരണം എനർജി ചേഞ്ച് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് വർക്ക് ചെയ്യില്ല. എന്താ ലോ ഓഫ് അട്രാക്ഷൻ? ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ആകർഷണ നിയമം എന്നുള്ളതാണ്. ഈ ലോകത്ത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, നിങ്ങൾ എന്താണോ ഫീൽ ചെയ്യുന്നത്, നിങ്ങളുടെ എനർജി എന്താണോ, ആ എനർജിക്ക് അനുസരിച്ചിട്ടുള്ള നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ബീയിങ് ഉണ്ടല്ലോ, സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആൻഡ് സ്റ്റേറ്റ് ഓഫ് ബീയിങ്. ആ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ, നിങ്ങളുടെ ഉള്ളിലുള്ള എനർജി എന്താണോ അതിന് മാച്ച് ആവുന്ന എനർജിക്ക് അനുസരിച്ച് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഫ്രീക്വൻസീസ് പുറത്തേക്ക് പോകും, എനർജി ഫ്രീക്വൻസി പുറത്തു പോകും. ആ എനർജിക്ക് മാച്ച് ആവുന്ന വസ്തുക്കൾ, വ്യക്തികൾ, സാഹചര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. ഇങ്ങനെ ഒരു തിയറി ഉണ്ട്, ഇങ്ങനെ ഒരു നിയമമുണ്ട്. ഇത് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കാര്യങ്ങളും ലോ ഫ്രീക്വൻസി എനർജി ആയിട്ടുള്ള ഇമോഷൻസ് ഫീൽ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. യു ഗോട്ട് ഇറ്റ്? സോ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള അവസരമാണ്. ഇറ്റ്സ് എ കോളിംഗ്. നിങ്ങളിവിടെ വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നമ്മുടെ ലൈഫ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇതൊരു സാധാരണ പ്രോഗ്രാം അല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഇത്രയും കാലം വിശ്വസിച്ചതോ കേട്ടതോ ഒന്നുമല്ല. വേറെ ലെവലിൽ നിങ്ങളുടെ ബ്രെയിനിൽ ഷിഫ്റ്റിംഗ് നടന്നു കഴിഞ്ഞു.
ഇനി നിങ്ങൾക്ക് ലൈഫിൽ രക്ഷപ്പെടല്ലാതെ വേറെ വഴിയില്ല. ഇത്രയും നേരം നിങ്ങൾ ഇരുന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് പഠിക്കണം, മാറണം, ചേഞ്ച് ആവണം എന്നുള്ള ആഗ്രഹമുണ്ട്. സോ ഐ എം റിയലി റിയലി പ്രൗഡ് ഓഫ് ഇറ്റ്. അപ്പൊ അതുകൊണ്ട് തീരുമാനം എടുക്കും. ഓക്കെ, ഹു ഇസ് റെഡി ടു ജോയിൻ വിത്ത് മീ? ഈ ഒരു ജേണിയിൽ നിങ്ങളെ കൈപിടിച്ച് ഞാനും എന്റെ ടീമും കൊണ്ടുപോകാൻ റെഡിയാണ്. ഹു ഇസ് റെഡി ടു ജോയിൻ മീ എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഡൗൺ. താല്പര്യമുള്ള എല്ലാവരും കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഡൗൺ മീ എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഫീസ് ഫുൾ ആയിട്ട് പേ ചെയ്യണം. നിങ്ങൾക്ക് പേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് യെസ്, നിങ്ങൾക്ക് ഫുൾ പേയ്മെന്റ് പേ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് EMI ഓപ്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യുക, ഫുൾ പേയ്മെന്റ് ചെയ്തിട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റും ആവേശവും അത് പേ ചെയ്യാൻ കഴിയുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും വരിക. ഉടനെ തന്നെ പേ ചെയ്തിട്ട് എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ പേടിയൊന്നും വേണ്ട. പേടിയൊക്കെ നമുക്ക് മാറ്റും, നല്ല രീതിയിലേക്ക് മാറ്റും, നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാം. അപ്പൊ ഒരുപാട് പേര് ഇൻട്രസ്റ്റഡ് ആണ്. 42 ദിവസത്തെ ക്ലാസ്സിൽ മൊത്തം എത്ര രൂപ അടക്കണം എന്നാണ് ചോദിക്കുന്നത്. 42 ദിവസത്തെ ക്ലാസ് എന്ന് പറയുന്നത് 12 ദിവസത്തെ ക്ലാസ് ആണ് ഉണ്ടാവുക ലൈവായിട്ട്. ഇതേപോലത്തെ പുറമെ 42 ദിവസം, ബാക്കിയുള്ള 30 ദിവസം എന്ന് പറയുന്നത് 1-to-1 സെഷൻ ആണ്. ഹീലിംഗ് ആണ്. ഹീലിംഗും കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മെന്ററിംഗ് പരിപാടികളൊക്കെയാണ്. അപ്പോൾ അതിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എത്ര രൂപയാണ്? ഞാൻ പറഞ്ഞല്ലോ 10,000 rupees ആണ് നമ്മുടെ കോഴ്സിന്റെ ഫീ വരുന്നത്. 25,000 rupees അതിന്റെ കോഴ്സ് ഫീ. 25,000 രൂപയാണ് നമ്മൾ ഇതിനു മുൻപ് കോഴ്സ് ഫീ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഫ്യൂച്ചറിൽ ആ കോഴ്സ് ഫീയിലേക്ക് നമ്മൾ പോകുകയും ചെയ്യും. അപ്പൊ അതിനു മുൻപ് ഇപ്പോൾ ഉള്ള ഒരു അവൈലബിൾ ഓഫറാണ് 12,000 rupees. ആ 12,000 rupees കാരണം നമ്മൾ എത്രയും നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുക. ഞാൻ പറയുന്നു, നിങ്ങൾ ഈ 12,000 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ 1,20,00,000 നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള അറിവ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. കപ്പാസിറ്റി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരും. ദാറ്റ് കൈൻഡ് ഓഫ് ഗ്യാരണ്ടി ഈസ് ദെയർ. മനസ്സിലാവുന്നുണ്ടോ? അതെന്റെ കോൺഫിഡൻസ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരു ഇതേപോലെ നിങ്ങളെപ്പോലെ ഒരു സമയത്ത് നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഞാനിപ്പോൾ പറഞ്ഞ എമൗണ്ടിന്റെ ഒക്കെ എത്രയോ മടങ്ങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. നമ്മുടെ ലൈഫ് വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, യു ക്യാൻ ആൾസോ ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ, അപ്പൊ വന്നോളൂ, നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യാം, മാറാം. ജാസ്മിൻ റഫീഖ് മാം പറയുന്നതാണ് സത്യം. ഇവരെന്തുകൊണ്ട് എത്രയും സപ്പോർട്ട് ചെയ്യുന്നത്, എന്തുകൊണ്ട് എത്രയും പറയുന്നത്? ബിക്കോസ് നത്തിങ് ദ റിസൾട്ട്. അപ്പോൾ വരിക, ജോയിൻ ചെയ്യട്ടോ. പ്രോഗ്രാം നടക്കുന്നത് നിങ്ങൾക്ക് ഇനി ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല, തിരക്കാണ്, ബുദ്ധിമുട്ടാണ്. റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് റെക്കോർഡിങ്സ് നമ്മുടെ കോഴ്സിൽ തരും, വർക്ക് ബുക്ക് തരും, ഈ പറഞ്ഞിരിക്കുന്ന പേഴ്സണൽ മെന്ററിംഗ് തരും, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സപ്പോർട്ടുകളും കാര്യങ്ങളും എല്ലാം നൽകും. നിങ്ങളുടെ ലൈഫ് നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങളുടെ ഈ ഒരു സിസ്റ്റത്തിന്റെ മുൻപിലിരുന്നോ അല്ലെങ്കിൽ ഫോണിലോ ഇരുന്നിട്ട് കണ്ട് ക്ലാസ് കണ്ട് കേട്ട് വർക്ക് ബുക്ക് എല്ലാം നിങ്ങൾക്ക് പ്രിന്റഡ് ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാടോ ചെയ്യാം. നിങ്ങൾക്ക് PDF ആ ഒരു വർക്ക് ബുക്കിന് ഏകദേശം 2,500 രൂപയോളം വാല്യൂ ഉള്ള വർക്ക് ബുക്കാണ്. അത് ഈ കോഴ്സിന്റെ കൂടെ ഫ്രീ ആണ്. നിങ്ങളുടെ ലൈഫ് മൊത്തം പ്ലാൻ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ആ വർക്ക് ബുക്കിലുണ്ട്. അത്രയ്ക്കും അടിപൊളിയായിട്ട് വെൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വർക്ക് ബുക്കാണ്. സോ ദിസ് ഓഫർ വിൽ കണ്ടിന്യൂ ഫോർ ടുമോറോ, ക്യാൻ ഓൺലി പേ ടുമോറോ. അഖില മാം പറയുന്നു. ഓക്കെ, നമ്മുടെ ടീം മെമ്പേഴ്സ് ആയിട്ട് നിങ്ങളുടെ നമ്പർ താഴെ കൊടുക്കൂ, അല്ലെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സ് നിങ്ങളുടെ നമ്പർ താഴെ കൊടുത്തോളൂ. ആ നമ്പർ കൊടുത്തിട്ട് എന്താ വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മുടെ പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മുടെ ടീം മെമ്പേഴ്സ് നിങ്ങളെ വിളിച്ചോളും, ബന്ധപ്പെട്ടോളും, കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളും. ഈ ഓഫർ ഇന്ന് തന്നെ ഉള്ളൂ. ഇന്ന് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക്, കൺഫർമേഷനുള്ള ആൾക്കാർക്കാണ് ഈ ഒരു ഓഫർ അവൈലബിൾ ആവുന്നത്. യൂസ് ഇറ്റ്. എന്റെ ടീം മെമ്പേഴ്സ് ആണ് ഈ ഓഫറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നാളെ എന്താണ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇന്നത്തെ കാര്യം ഞാൻ പറഞ്ഞു. വരിക, തീരുമാനം എടുക്കുക കേട്ടോ. സോ യെസ്, കൺഗ്രാചുലേഷൻ, വെൽ ഡൺ മിസ് റിയ. ജോയിൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, ഉടനെ പേ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഡൺ എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, വെരി ഗുഡ്. ഹു എൽസ്? മിസ് റിയ തീരുമാനം എടുത്തു. ഇനി ആരാ തീരുമാനം എടുക്കാനുള്ളത്? ഇനിയും 1, 2, 3, 4, 5 ആൾക്കാർ ഇനിയും തീരുമാനം എടുക്കാനുണ്ട്. തീരുമാനം എടുത്തിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഡൺ. നബിൽ ഡൺ. കൺഗ്രാചുലേഷൻ, ഫാന്റാസ്റ്റിക്. ഐഫോൺ എടുക്കാനുള്ള ക്യാഷ് ആണ്, ക്യാഷ് അങ്ങ് എടുക്കും. ഓക്കെ, അങ്ങ് എടുത്തിട്ട് അങ്ങ് ഇറങ്ങിയ പ്രോഗ്രാം ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, 10 ഐഫോൺ വാങ്ങാനുള്ള പൈസ ഉണ്ടാക്കാം. യു ഗോട്ട് ഇറ്റ്, ഡോണ്ട് വറി. കാരണം നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്, നിങ്ങൾക്ക് അത് മനസ്സിലാകും എങ്ങനെയാണ് പണം ഉണ്ടാക്കുക എന്നുള്ളത്. പണം ഉണ്ടാക്കാനുള്ള സ്ട്രാറ്റജി മൊത്തം പഠിപ്പിക്കുന്നുണ്ട്, സമ്പത്ത് ഉണ്ടാക്കാനുള്ളത് പഠിപ്പിക്കുന്നുണ്ട്, നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ളത് പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ലാക്ക് ഓഫ് റൈറ്റ് എഡ്യൂക്കേഷൻ, അത് മൊത്തം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലാകുന്നു? നിങ്ങൾ കണ്ടല്ലോ, ഒരു മാഷായിരുന്ന സാധാരണ ഒരാളാണ് റഫീഖ് ഷെർഷരി അല്ലേ? അദ്ദേഹത്തെ നമ്മൾ പിന്നീട് അദ്ദേഹത്തെ ഞാൻ ബിൽഡ് ചെയ്തെടുത്ത് എത്തിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. യു ക്യാൻ ഡു ദാറ്റ്. ആൻഡ് ഐ എം വർക്കിംഗ് വിത്ത് ഡോക്ടേഴ്സ്. ഞാൻ ഡോക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്കിപ്പം ഒരു ലൈക്ക് യുനോ ബിസിനസ് ഓണേഴ്സ്, ലീഡേഴ്സ്, അവരുടെ ഹൈ പെർഫോമൻസ് എന്ന് പറയുന്ന പ്രോഗ്രാം തന്നെ നമുക്കുണ്ട് കംപ്ലീറ്റ്. സോ ഇതൊരു ചെറിയ ഫീ ആണ് ആക്ച്വലി. യെസ്, അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പറയാം. ഇനി ഒരു കാര്യം കൂടി പറയാം, ഈ പ്രോഗ്രാം ചെയ്യേണ്ട നല്ല സമയം എപ്പോഴായിരുന്നു? ഏറ്റവും നല്ല സമയം 7 വർഷം മുമ്പായിരുന്നു. അന്ന് നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ എവിടെ ആയിരിക്കും? ഒന്ന് ഇമാജിൻ ചെയ്തു, നിങ്ങളുടെ ലൈഫ് എവിടെ ആയിരിക്കും? ഇനിയും നിങ്ങൾ ചിന്തിച്ച് നീട്ടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് എന്താകും? അപ്പൊ ഇനിയുള്ള ഏറ്റവും നല്ല ടൈം എപ്പോഴാണ്? ഇന്നാണ്.
ഇന്ന് തീരുമാനമെടുക്കുക, ഇന്ന് ജോയിൻ ചെയ്യുക. ഓഫർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ടീം മെമ്പേഴ്സിനെ വിളിക്കണം. വിളിച്ചിട്ട്, കാരണം കുറഞ്ഞ സീറ്റേ ഉള്ളൂ, ആ കുറഞ്ഞ സീറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സീറ്റ്സ് അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ എന്ത് വെച്ചാൽ പ്രോഗ്രാമിലേക്ക് എന്ത് വെച്ചാൽ ഒരു 20-25 പീപ്പിളിനെ മാക്സിമം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? സോ കൊറോട്ടെ ലൈക്കിനോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക. ഓക്കെ, വെരി ഗുഡ്. നിങ്ങളുടെ നമ്പർ എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കുക. പ്രോഗ്രാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്യട്ടോ. ഇനി എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ. ഐ എം റെഡി ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻസ്. ഹൗ വാസ് ദ സെഷൻ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ, എങ്ങനെ ഈ ഒരു മനുഷ്യന് ഇത്രയും സംസാരിക്കാൻ പറ്റുന്നത്, ഇങ്ങനെ സംസാരിക്കുന്നത് അല്ലേ? യു വണ്ടർ ദാറ്റ്? ഈ സ്കിൽ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഈ സ്കില്ല് നിങ്ങളുടെ ഉള്ളിൽ നല്ല സ്പീക്കർ ഉണ്ട്, നല്ല ട്രെയിനർ ഉണ്ട്, നല്ല കോച്ച് ഉണ്ട്, നല്ല ബിസിനസ് മാൻ ഉണ്ട്, ബിസിനസ് വുമൺ ഉണ്ട്, ലീഡർ ഉണ്ട്, നല്ല ഫാദർ ഉണ്ട്, നല്ല മദർ ഉണ്ട്, നല്ല പേഴ്സൺ ഉണ്ട്, നല്ല സിറ്റിസൺ ഉണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് കുറേ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, നീ എങ്ങനെയാ, നീ ഒരു പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നീ ഒരു ശരിക്കും ഒരു എന്താ പറയുക പാവം ചെക്കനല്ലായിരുന്നു, നീ എങ്ങനെ, ഹൗ യു ബിക്കെയിം സ്മാർട്ട്? നത്തിങ്. ഞാൻ മനസ്സിനെ കുറിച്ച് പഠിച്ചു, ട്രോമ ഹീലിംഗ് പഠിച്ചു, ലൈഫ് ചേഞ്ച് ചെയ്തതിനെ കുറിച്ച് പഠിച്ചു. That's all. It changed my life. Literally. എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തു. എനിക്ക് നിങ്ങൾക്കും അത് പകർന്നു തരണം, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യണം. ഓക്കെ, എനി ക്വസ്റ്റ്യൻസ്? ഓഫ്ലൈൻ സെക്ഷൻ ഉണ്ടാകുമോ? നമ്മുടെ ഓൺലൈൻ സെക്ഷനിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഓഫ്ലൈൻ സെക്ഷൻ മീറ്റപ്പുകൾ ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വരാം. അതാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. ഓഫ്ലൈൻ സെഷൻ പിന്നുള്ളത് ഇതിന്റെ അഡ്വാൻസ് വേർഷൻ ആണ്, അഡ്വാൻസ് പ്രോഗ്രാമാണ്. 3 ദിവസത്തെ, അത് വർഷത്തിൽ ഒരിക്കൽ നടക്കുകയുള്ളൂ. ഇപ്പൊ അത് ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ നൗ. എനിക്ക് സംസാരിക്കാൻ പേടിയാണ്. ഒരു കാര്യം പേടിക്കേണ്ട, ഇതെല്ലാം നമ്മുടെ മൈൻഡിലുള്ള, നമ്മൾ ചെറുപ്പത്തിൽ എങ്ങനെയെന്നറിയോ, ചെറുപ്പത്തിൽ നിങ്ങൾ അനുഭവിച്ച ട്രോമ ആയിരിക്കാം. നിങ്ങൾ സംസാരിക്കാൻ ശ്രമിച്ച സമയത്തൊക്കെ നിങ്ങൾ നിരുത്സാഹപ്പെടുത്തുകയോ ഷൗട്ട് ചെയ്യുകയോ വഴക്ക് പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ ബോഡിയിൽ അതെന്ത് ചെയ്തിട്ടുണ്ട്, ആ കുഞ്ഞുകുട്ടിയായിരിക്കുന്ന സമയത്ത് അത് ബോഡിയിലേക്ക് പോയിട്ടുണ്ട്. അതിന്റെ ട്രോമ ഉണ്ട്. അത് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ കൂളായിട്ട് ഞാനൊക്കെ സംസാരിക്കുന്ന പോലെ സംസാരിക്കും. കാരണം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു സ്റ്റേജിൽ ഞാൻ കയറിയിട്ടില്ല, പേടിയായിരുന്നു. ക്ലാസ് റൂമിൽ ഒരു ചോദ്യം എണീറ്റ് ചോദിക്കാൻ എനിക്ക് പേടിയായിരുന്നു. ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ പോയിട്ട് പേടിച്ച് പറിച്ചിട്ട് എന്നും ചോദിച്ചപ്പോൾ നാളെ എന്ന് പറഞ്ഞ ആൾ ഇംഗ്ലീഷിലും, മനസ്സിലാവുണ്ടോ? വെൻ ഡിഡ് യു കം എന്ന് ഇംഗ്ലീഷിൽ ചോദിച്ചപ്പോൾ ടുമോറോ എന്നായിപ്പോയി എന്റെ മറുപടി. എങ്ങനെ ഉണ്ടാവും? എന്നെ പിടിച്ച് പുറത്താക്കി. അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ, മനസ്സിലാവുന്നുണ്ടോ? സോ അതുകൊണ്ട് എന്താ വെച്ചാൽ പ്രോഗ്രാമിലേക്ക് വരിക, പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. ജാഫർ സാറിന് എന്താ ചോദിക്കാനുണ്ടോ? ചോദിച്ചോളൂ. ജാഫർ ഭായ് ചോദിച്ചോളൂ. ഞാൻ ഡിവോഴ്സ് സിറ്റുവേഷനിൽ ഫേസ് ചെയ്യുകയാണ്. എനിക്ക് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം. ഓക്കെ, ഡിവോഴ്സ് സിറ്റുവേഷൻ ഫേസ് ചെയ്യാണ്. നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിലേക്ക് വരൂ. എന്നിട്ട് നിങ്ങൾ ഹീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ യഥാർത്ഥ ഉത്തരം കിട്ടും, യഥാർത്ഥ വഴി കിട്ടും, ക്ലാരിറ്റി കിട്ടും. മനസ്സിലാകുന്നുണ്ടോ? പ്രോഗ്രാമിലേക്ക് വരിക, പേടിക്കണ്ട. കാരണം നിങ്ങൾ എന്തായാലും പറയണം. കാരണം ഇത്രയും വലിയൊരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് പോകുന്നതെങ്കിൽ ഇനി വൈകിപ്പിക്കരുത്. കയ്യിൽ നിന്ന് പോയി എല്ലാം നഷ്ടപ്പെട്ടിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സോ ടേക്ക് ദ ഡിസിഷൻ എടുക്കുക, വരിക കേട്ടോ. ഓക്കെ, ക്യാൻ യു ടെൽ അബൌട്ട് യുവർ സെൽഫ്, where you are from, what's your qualification and hometown, and about your family, Nabil? Okay, ഞാൻ മലപ്പുറം ജില്ലയിൽ കാവനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. കാവനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ നാട്. 15 വർഷമായിട്ട് ഈ മേഖലയിലുണ്ട്. പിന്നെ ഞാൻ എന്താ പറയുക, ഞാൻ പഠിച്ചത് ഈ പറഞ്ഞിരിക്കുന്ന ഡിഗ്രി ഞാൻ ഇതിന്റെ കംപ്ലീറ്റ് ചെയ്തു. അതേപോലെ തന്നെ PG ഞാൻ പഠനം സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ തന്നെ എനിക്ക് ആ ഒരു സ്പോക്കൺ ഈ പറഞ്ഞ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും അതേപോലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് മനസ്സിലായി അതല്ല എൻ്റെ പാഷൻ, ദിസ് ഇസ് മൈ പാഷൻ. പിന്നീട് ഞാൻ ഒരുപാട് ഇന്റർനാഷണൽ പ്രോഗ്രാംസുകൾ ചെയ്തു, കോഴ്സുകൾ ചെയ്തു, കോച്ചിങ്ങും സർട്ടിഫിക്കേഷൻസ് എടുത്തതിന് ശേഷമാണ് ഐ ഗോട്ട് ഇൻ ടു ദിസ് പ്രൊഫഷൻ ആൻഡ് ദാറ്റ് ചേഞ്ച്ഡ് മൈ ലൈഫ്. ഞാൻ ഓൾറെഡി കാണിച്ചല്ലോ നിങ്ങൾക്ക് ഇന്റർനാഷണൽ ലെവലിൽ ഞാൻ സർട്ടിഫിക്കേഷൻ എടുക്കുന്ന പ്രോഗ്രാംസുകളിലേക്ക്. സോ ദിസ് ഇസ് വാട്ട് ഹാപ്പൻ ടു മീ ആൻഡ് ദിസ് ഇസ് മീ. സോ ദാറ്റ്സ് ഇറ്റ്. യാ, താങ്ക് യു എവരിവൺ ഫോർ ജോയിനിങ്. And this was a fantastic experience for me, and I hope നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള അവസരമാണ്. അഖില മാം വരിക, സുബി മാം വരിക, ചിന്തിച്ച് നിൽക്കേണ്ട, ജോയിൻ ചെയ്യുക കേട്ടോ. നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, വിളിക്കുക, സംസാരിക്കുക, അന്വേഷിക്കുക, വരിക. ഇങ്ങനെ ചിന്തിക്കണ്ട, അയ്യോ സാറേ ഇത്രയും വലിയ ഫീസ് കൊടുത്തിട്ട് എനിക്ക് വരാൻ കഴിയില്ല, എനിക്കിപ്പോൾ പറ്റും തോന്നുന്നില്ല, ഞാൻ ഈ ഫ്രീ ക്ലാസ് ഒക്കെ ഇട്ടിട്ട്. ഞാൻ ഒരു കാര്യം പറയാം, ലൈഫ് ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഫ്രീ ക്ലാസ്സസ് നിങ്ങളുടെ ലൈഫ് ഒരിക്കലും എവിടെയും കാര്യപ്പെട്ട് ചേഞ്ച് ചെയ്യിപ്പിക്കില്ല. കാരണം അവിടെ നിന്ന് ഇവിടുന്ന് കിട്ടുന്ന കുറേശ്ശെ അറിവേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള നോളജാണ്, ഡെപ്തിലുള്ള നോളജാണ്, ഡീപ്പ് നോളജാണ്. നിങ്ങൾ പഠിക്കേണ്ടത് എക്സ്പേർട്ട് ആയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള ടീം സപ്പോർട്ടോട് കൂടിയിട്ടാണ്.
സോ ഒറ്റയ്ക്ക് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ കഴിയും. ഇതൊക്കെ പഠിച്ചിട്ട് ഞാൻ ഒറ്റക്കൊന്ന് പ്രാക്ടീസ് ചെയ്യട്ടെ, ഒറ്റക്കൊന്ന് പഠിക്കട്ടെ, ഒറ്റക്കൊന്ന് പ്ലാൻ ചെയ്യട്ടെ. നോ, യു നീഡ് ഹെൽപ്പ്. നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് വേണം, ഒരു കോച്ച് വേണം, ഒരു മെന്റർ വേണം, ഒരു ഹീലർ വേണം. ഇത്രയും ആൾക്കാർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ലെവൽ ഉണ്ടല്ലോ, ഞാനിപ്പം നിങ്ങൾ നിൽക്കുന്ന സ്റ്റേജിൽ നിന്ന് നിങ്ങൾ എന്നെ ചൂസ് ചെയ്തോളൂ, എന്റെ ടീമിനെ ചൂസ് ചെയ്തോളൂ. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വി ഓൾ നീഡ് എ ലീഡർ. നമുക്കൊക്കെ ഒരു ലീഡർ വേണം, ഒരു മുദീർ വേണം, ഒരു ലീഡർ വേണം. ആ ലീഡർ മുൻപിൽ ഒരാൾ നമ്മളെ പുഷ് ചെയ്യാൻ, നമ്മളെ പ്ലാൻ ചെയ്യാൻ, നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കാൻ, നമ്മളെ ട്രെയിൻ ചെയ്യാൻ, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരാൾ വേണം. ആ ഒരാളുടെ എനിക്ക് മെന്റേഴ്സ് ഉണ്ട്, എനിക്ക് ഇപ്പോഴും മെന്റേഴ്സ് ഉണ്ട്. ഐ ആം ഓൾസോ ടേക്കിംഗ് മെന്റർഷിപ്പ്. പല ആൾക്കാരുടെ അടുത്ത് എടുക്കുന്നത്. എന്തുകൊണ്ടാണ്? എനിക്ക് എന്റെ പ്രശ്നങ്ങൾ തീർന്നിട്ടാണ്? അല്ല, എനിക്ക് പുതിയ പുതിയ ചാലഞ്ചസ് ഉണ്ട്, പുതിയ പുതിയ വലിയ വലിയ ഗോളുകൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്ക്, വലിയ വലിയ യാത്രകളിലേക്ക് എനിക്ക് പോകാൻ എന്നെ ഗൈഡ് ചെയ്യാൻ ആൾക്കാരുണ്ട്. നിങ്ങളെ ഈ ഒരു പറഞ്ഞ സ്റ്റേജിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ ലെവലിലേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റും, എന്റെ ടീമിന് സാധിക്കും. ലെറ്റ്സ് ഡു ദാറ്റ് ആൻഡ് ലെറ്റ്സ് ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ, ഇത്രയും പറയുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് ഈവനിങ്. താങ്ക് യു. നിങ്ങൾക്ക് ഫീഡ്ബാക്കുകൾ ഷെയർ ചെയ്യാം. എന്താ നിങ്ങൾ പഠിച്ചത്? 1-2 ലേണിംഗ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഓർ ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് യു കൻ ആസ്ക്. എന്താ നിങ്ങൾക്ക് തോന്നിയത്? എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? താങ്ക് യു ഫോർ മോട്ടിവേറ്റിംഗ് അസ്. യെസ്, വെരി ഗുഡ്. പിന്നെ നോക്കി നിൽക്കരുത്, ഇതൊരു അടയാളമാണ്. നിങ്ങളെ എൻ്റെ മുമ്പിൽ എത്തിച്ചതും എന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചതും നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടതും കണക്റ്റഡ് ആയതും ഒരു അടയാളമാണ്. എന്തിൻ്റെയോ ഒരു സിഗ്നലാണ്. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകാൻ പോകുന്നതിൻ്റെ സിഗ്നൽ. കേൾക്കാൻ പറ്റുന്നുണ്ടത്? ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടത്? എങ്കിൽ അത് ട്രസ്റ്റ് ചെയ്യുക. എനിക്കറിയാം ഈ ദിവസം നിങ്ങൾ ഇനി മറക്കൂല നിങ്ങളുടെ ലൈഫിൽ. അതിനോ ഈ ഡേ ഇവിടുന്ന് കിട്ടിയ അറിവുകൾ മറക്കൂല. ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. കാരണം ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇനി ഇവിടുന്ന് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയാലും നിങ്ങളുടെ ഉള്ളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഉറക്കം ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. പഠിക്കണം, മാറണം, വിജയിക്കണം, ഉയരണം, വളരണം. ഈ തോട്ട് ഇങ്ങനെ വന്നുകൊണ്ട് ഇറ്റ് വിൽ ഹാപ്പൻ. ഞാൻ നിങ്ങൾ ഓൾറെഡി ഹിപ്നോട്ടൈസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ അറിവ് നേടും, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകും. അതിന് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിപ്നോട്ടൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വിച്ച് വിൽ വർക്ക് ഇൻ യുവർ മൈൻഡ്. സോ ഓൾ ദി ബെസ്റ്റ്. ഡിപ്രഷൻ മാറുമോ ബിജു? യെസ്, ഡിപ്രഷൻ നമുക്ക് മാറ്റിയെടുക്കാൻ. ഡിപ്രഷനൊക്കെ നമ്മൾ അനുഭവിച്ച ട്രോമ കൊണ്ട് ഉണ്ടാവുന്നതാണ്. ഡോണ്ട് വറി. വീണ്ടും ഓർക്കാൻ ഈ ക്ലാസ് കാരണമാവട്ടെ. യെസ്, താങ്ക് യു എവ്രി വൺ. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഈവനിങ്. ജോയിൻ ചെയ്ത ആൾക്കാർക്ക് എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. ജോയിൻ ചെയ്യാൻ തീരുമാനമെടുത്ത ആൾക്കാർക്കും കൺഗ്രാജുലേഷൻ. ഇനി ഫ്യൂച്ചറിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന ആൾക്കാർക്കും കൺഗ്രാജുലേഷൻ. നിങ്ങൾ എന്തായാലും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കും. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അത് ഇന്ന് അല്ലെങ്കിൽ നാളെ. വൈകാതിരിക്കുക. എത്രയും പെട്ടെന്ന് തീരുമാനം എടുത്താൽ അത്രയും നേരത്തെ നമുക്ക് ചേഞ്ച് ആകാം. ഓക്കെ, എല്ലാ അവസരങ്ങളും ഇപ്പോഴത്തെ ഈ ഒരു ഓഫർ, ഈ ഒരു കോസ്റ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വലിയൊരു കിട്ടലാണ്. അത് യൂട്ടിലൈസ് ചെയ്യുക. വൈകി കഴിഞ്ഞാൽ ചിലപ്പോൾ കോസ്റ്റ് കൂടും, അവസരം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഓക്കെ, ഉണ്ടാവട്ടെ, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവട്ടെ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. നമ്പറിലോട്ട് പേയ്മെന്റ് നടത്തണ്ടത് സർ? ഏത് നമ്പറിലേക്ക് പേയ്മെന്റ് നടത്തണ്ടത്? പേയ്മെന്റ് നടത്തേണ്ട നമ്പറാണ് ഇവിടെ താഴെയിട്ടിട്ടുണ്ട്. നമ്പർ ഒന്ന് കൊടുത്തേ. കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നാളെ കണക്ട് ചെയ്തിട്ടുണ്ട്. വാട്സ്ആപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. സുബി മാം നിങ്ങളെ കണക്ട് ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത് നിങ്ങളെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഹി വിൽ ഗൈഡ് യു. ഓക്കെ, എല്ലാ സപ്പോർട്ടും അവർ തരും കേട്ടോ. ഓക്കെ, അപ്പം ജോയിൻ ചെയ്യാം. അഖില മാം റെഡി അല്ലേ ചേഞ്ച് ചെയ്യാൻ? സുബി മാം റെഡി ആയിട്ടിരിക്കുക. നമുക്ക് ചേഞ്ച് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം, നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കാം. ഹാപ്പിനെസ്, സമാധാനം, സന്തോഷം, കുടുംബജീവിതം, ലൈഫ് എല്ലാം നമുക്ക് അടിപൊളിയാക്കി എടുക്കാം, ഉഷാറാക്കി എടുക്കാം. സെറ്റ് ആവട്ടെ. ഓക്കെ, കാണാം. ഒരുപാട് വർക്കുകൾ ഇനിയും ചെയ്യാനുണ്ട്. അതിലേക്ക് ഇറങ്ങട്ടെ.